യെശയ്യാപ്രവചനം 49-ാം അധ്യായം 6-ാം വാക്യം വായിക്കും. യെശയ്യാപ്രവചനം 49:6. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രയേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന്. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുവാൻ ഞാൻ നിന്റെ ജാതികളുടെ പ്രകാശം. പുതിയ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുമെന്നാണ്. കർത്താവായ യേശു ഒന്നാമതായിട്ട് മുഴുവൻ ലോകത്തിൻ്റെയും പ്രകാശമായി മാറി. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോഴും തൻ്റെ സാക്ഷികളിലും താൻ ജാതികൾക്ക് വലിയൊരു പ്രകാശമാക്കി ദൈവം മാറ്റുന്നതാണ്. ഇത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത്. കർത്താവായ യേശു വന്ന സമയത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ നാം തന്നെയാണ് വെളിച്ചമായി മാറേണ്ടത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. നമ്മൾ മലമേലിരിക്കുന്ന പട്ടണം പോലെ, വിളക്ക് പോലെ വിളങ്ങി വരുവോളം തന്നെ. അപ്പം അതിൻ്റെ അർത്ഥം ഇരുട്ടും അന്ധകാരം വ്യാപിച്ച് നാം സാത്താൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടവരായ നാം വിടിവിക്കപ്പെട്ട് വെളിച്ചമായി ലോകത്തിന് പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് സൽപ്രവർത്തികളെ കൂടെ കാണിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ വിളങ്ങേണ്ടതിന്. അപ്പം സൽപ്രവർത്തികളും വെളിച്ചമായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ സൽപ്രവർത്തികളിൽ സമ്പന്നരാകും തോറും നമ്മൾ പ്രകാശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ പ്രകാശം ഇല്ലാതാക്കിയത് പിശാചാണ്. പിശാച് എന്ന് പറയുന്നത് ഈവിൾ തോട്ട്സ്, തെറ്റായ ചിന്തകൾ. അതാ സാത്താൻ എന്ന് പറയുന്നത്. നമ്മളാരും സാത്താനെ നേരിട്ട് കണ്ടിട്ടില്ല, പിന്നെ ചില ഉപായരൂപനെ കണ്ടിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത്. അതിൻ്റെ ആ പ്രേരണ, ഒരു ഉൾപ്രേരണയിലേക്ക് നമ്മൾ കൊണ്ട് ഇൻഡ്യൂഷൻസ്, അത് പിന്നീട് പ്രവർത്തി കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മോഹങ്ങൾ ജനിക്കുമാറും ജഡത്തിനായി ചിന്തിക്കരുതെന്ന് പറയുന്നത്. ചിന്തിച്ചില്ലെങ്കിലും ആ ചിന്തകൾ ഇങ്ങനെ ലോകം മുഴുവൻ തെറ്റായതും ദുഷ്പ്രവർത്തികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ ഉണ്ടാകും. ഒരുത്തൻ നന്നായി ജീവിക്കാൻ വിചാരിച്ചാൽ പോലും അവന് ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ജീവിക്കുന്നത്. നിങ്ങൾ അനുദിന മാധ്യമങ്ങളിലേക്ക് നോക്കുക, ഇതെല്ലാം ദുഷ്പ്രവർത്തികൾ. കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു 7 വയസ്സുള്ളൊരു പെൺകുട്ടിയെ സ്വന്തം അപ്പൻ മഴ കൊണ്ട് വെട്ടിക്കൊന്നതാണ്. അങ്ങനെ ഒന്നല്ല, എത്രയോ സംഭവങ്ങൾ. ആത്മഹത്യകൾ ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒന്നും താങ്ങാൻ ശക്തിയില്ല. അവരിങ്ങനെ രഹസ്യമായിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യും, തെറ്റുകൾ ചെയ്യും. അതിന് പ്രേരിപ്പിച്ച് ഇങ്ങനെ ഈ ദുഷ്പ്രേരണകൾ പ്രേരിപ്പിച്ചുകൊണ്ട് പോയിട്ട് അതാരെങ്കിലും അറിയുമ്പോൾ അവർക്ക് സഹിക്കാനൊക്കത്തില്ല. അതറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഉടനെ അവർ താങ്ങാനൊക്കാതെ ആത്മഹത്യ ചെയ്യുകയാണ്. അവരുടെ മൊബൈലിലെ സീക്രട്ട് കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു കളക്ടറുടെ പെങ്ങള് കണ്ടില്ല, കല്യാണം നിശ്ചയം ചെയ്ത ഒരു കളക്ടറുടെ പെങ്ങള് തൻ്റെ പഴയ സുഹൃത്ത് ചില ഫോട്ടോസുകളെല്ലാം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സഹിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ നേരിടാനുള്ള ശക്തിയില്ല. ഞാൻ തെറ്റിപ്പോയി, ദൈവമേ ക്ഷമിക്കണം, പുതിയൊരു ജീവിതം ചെയ്തുകൊള്ളാമെന്നൊരു തീരുമാനം എടുക്കാനുള്ള ഉപദേശം കൊടുക്കാനും ഉപദേശം അറിയാനും ഒരുപക്ഷെ കേട്ടെങ്കിലും അത് പ്രായോഗികമാക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ നമ്മളെല്ലാം ലോകത്ത് ജീവിക്കുന്നത് തെറ്റ് ചെയ്യാഞ്ഞിട്ടാണ്. എല്ലാ മനുഷ്യരിലും തെറ്റുകളുണ്ട്. എല്ലാ തെറ്റും പാപമല്ലേ? ചില വലിയ പാപം ചെറിയ പാപം എന്ന് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരുവൻ്റെ പറമ്പിൽ നിന്ന് ഒരു മൂട് ചേമ്പ് പറിച്ചുകൊണ്ട് പോയാലെന്ന് പറയും, ഇതാ കള്ളം പോകുന്നു പറയും, ഇല്ലേ? ഒരു മൂട് ചേമ്പാ, ഇതാ കള്ളം പോകുന്നു പറയും. ഇപ്പുറത്ത് കയറി ചെമ്പ് മോഷിച്ചാലും ഭഗവാന്റെ സ്വർണ്ണവിഗ്രഹം അടിച്ചു മാറ്റിയാൽ അവനും ആരാ? കള്ളനാണ്. അപ്പോൾ പാപത്തെ നമ്മൾ തിരഞ്ഞെടുത്താലും അവനോട് യേശു പറയുന്നത്, കോപിക്കുന്നവൻ കൊലപാതകൻ, ഇച്ഛിക്കുന്നവൻ സ്ത്രീയോ പുരുഷനെയോ തെറ്റായ കാഴ്ചപ്പാടോട് ചിന്തിച്ചാൽ മതി, അത് പാപം. അപ്പം പിന്നെ എല്ലാവരും പാപികളാണ്. പിന്നെ എങ്ങനെ നമ്മൾ വിടുതൽ പ്രാപിക്കുന്നു? നമുക്ക് വേണ്ടി
പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപപരിഹാരകനാണ്. ആ നിശ്ചയമാണ് നമുക്ക് ധൈര്യം വരും. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക്. ഒരു കാലത്തിൽ സ്കൂളുകളും കോളേജുകളിലൊക്കെ ഇത് പഠിപ്പിക്കുമായിരുന്നു. ദൈവത്തെക്കുറിച്ച് നല്ല മതബോധന ക്ലാസ് കൊടുക്കും. ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ദൈവത്തെക്കുറിച്ച് നന്നായി പഠിപ്പിക്കുമായിരുന്നു. ദൈവികമായൊരു അന്തരീക്ഷം എല്ലാ ഭവനങ്ങളുണ്ടായിരുന്നു. ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസൽമാൻ്റെ ആയാലും ശരി, വീടുകളിൽ പ്രാർത്ഥനയും ഒരു നാമം ജപിച്ചാൽ പോലും അതിലൊരു ദൈവിക ഭക്തി നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. കുരിശുവരെയും പ്രാർത്ഥനയും പാട്ടും. അങ്ങനെ മനുഷ്യർക്ക് ധൈര്യമുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നീയാണ് ദൈവം, നീയാണ് സകലവും, നിന്നെ കവിഞ്ഞാരുമില്ല. ഈ ഉപദേശമാണ് സാത്താൻ ലോകത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ വിഷയം പഠിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ എന്നുള്ള ചെറിയ അറിവ് നോക്കുമ്പോൾ എന്താ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്നില്ല. ആരോക്കെ അതിനെ തെറ്റായ രീതിയിൽ കൂടെ നടത്തി എൻ്റെ മൊബൈലിലൊക്കെ കുറേ തെറ്റായ ഫോണുകൾ കാണും. HOD ഫോൺ പിടിച്ച് നോക്കിയപ്പോൾ ഒരു വിഷയം അത് കണ്ടു കാണും. രണ്ടാമത് മാർക്ക്, എല്ലാ വിഷയങ്ങളും മിക്കവാറും എല്ലാത്തിനും തോറ്റു. ഇതും അവർ കാശ് കൊടുത്താൽ ഓരോ അഡ്മിഷൻ വാങ്ങിച്ച് ഓരോ സ്കൂളിലാക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല സ്റ്റാൻഡേർഡ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മാതാപിതാക്കന്മാർ മക്കളെ എന്ത് ചെയ്യും? നന്നായി വരട്ടെ, അവർ നല്ല രീതിയിൽ വരണം എന്നുള്ള കാഴ്ചപ്പാടിൽ നല്ല കോളേജുകളിൽ, ഡിസിപ്ലിനുള്ള കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനത്തെ ഈ ഡിസിപ്ലിൻ പഠിപ്പിച്ചങ്ങനെ അവരെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്ന് കഷ്ടങ്ങളിൽ കൂടെയാണ് നടത്തിയത്. ഇപ്പം നമുക്ക് ഈ കാഞ്ഞിരപ്പള്ളി പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരെല്ലാം പറയുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ആണും പെണ്ണും ഒന്നിച്ച് രാത്രിയിലും സഞ്ചരിക്കാനും പോകാനും വരാനെല്ലാം സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം കൊടുത്താലുള്ള കുഴപ്പം എന്താ? ആർക്കാ കുഴപ്പം? കൂടുതലും പെൺകുട്ടികൾക്കാണ്, ഇല്ലയോ? അതവർ മനസ്സിലാകുന്നില്ല. അവരും കിടന്ന് ചാട്ടുവാ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, സിനിമാ തിയേറ്ററിൽ ഒന്നിച്ച് പോയി സിനിമ കാണണം, ഹോസ്റ്റലുകൾ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരും പാടില്ല, ഏത് സമയത്തും ഫോൺ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അധികാരം തരണം, ഞങ്ങളുടെ ഫോൺ ആരും പിടിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് മയക്കുമരുന്ന് വേണമെങ്കിൽ അത് വേണം, ഇച്ചിരി മദ്യപിക്കുന്നതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അതാ ഹ്യൂമൻ. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഈ കാലത്തിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ മക്കളെയൊക്കെ വലിയ കോളേജുകളൊക്കെ പഠിപ്പിക്കാതെ ചെറുപ്പം പോലെ വല്ല പഞ്ചായത്ത് സ്കൂളിലൊക്കെ പഠിപ്പിച്ച് പൊതുവായ സംസ്കാരത്തിലേക്ക് വളർത്താൻ കുഴപ്പമൊന്നുമില്ല. വലിയ പ്രതീക്ഷ വെക്കാൻ പോരുത്. പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും, ഇല്ലയോ? അതുകൊണ്ട് അവർ വളർന്ന്, ഇപ്പം നമ്മളൊക്കെ വളർന്നങ്ങനെ ഇല്ല ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാണ്, ഇല്ല പഞ്ചായത്ത് സ്കൂളിലാണ്. അപ്പം മുന്നേറും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പ്രതിരോധ ശക്തി ഇല്ലാത്തവൻ പെട്ടെന്ന് കോവിഡ് കാലം വന്നിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല, അവർ കോവിഡ് കയറി പെട്ടെന്ന് പിടിക്കും. അപ്പം ഇന്നത്തെ തലമുറയെ അമ്മമാർ കണ്ടില്ലേ, രാവിലെ 8-10 വയസ്സുള്ള പിള്ളേരെ ആണെങ്കിലും ബ്രഷും കൊണ്ട് പേസ്റ്റ് കട പല്ല് വെക്കടി ഇല്ലയോ, അങ്ങനെ പല്ല് തേപ്പിച്ച് എഴുതേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് വിട്ട് ഈ ബാഗും ചുമന്നുകൊണ്ട് പോവുക അങ്ങോട്ടാണ്. ബസ്സെ കയറ്റി വിട്ടിട്ട് ബാഗ്, ഇതൊക്കെ എങ്ങനെ നന്നാവുമെന്ന് പറയാം. ഇവിടെ പ്രതികൂല സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് പഠിച്ചു വേണം മുമ്പോട്ട് വരാൻ. ഇപ്പം മുൻകാല മാതാപിതാക്കന്മാർ പിള്ളേർ പോകുന്ന അവർ ദൈവത്തെ ഏൽപ്പിച്ചങ്ങ് വിടും, ദൈവം നോക്കിക്കോളും, ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ ആമസോൺ കാട്ടിൽ നിങ്ങൾ വായിച്ചു കാണും, 40 ദിവസം 4 കുട്ടികൾ, മൂത്ത കൊച്ചിന് 13, ഇളയ കുട്ടിക്ക് 10 മാസം, ഒരു കുട്ടിക്ക് 4 വയസ്സ്, ഒരു കുട്ടിക്ക് 9 വയസ്സ്. അമ്മയും കുടുംബമായിട്ട് അവർ ഹെലികോപ്റ്റർ ചെറിയ വിമാനത്തിൽ യാത്ര ചെയ്തു, വിമാനം തകർന്നു, പക്ഷേ കുട്ടികൾ മരിച്ചില്ല. അമ്മയും കൂടെ ഉണ്ടായിരുന്ന പൈലറ്റും ഒക്കെ മരിച്ചുപോയി. 40 ദിവസം ആ കുട്ടികൾ 40 ദിവസത്തോളം ഇസ്രായേൽ മരുഭൂമി 40 വർഷം നടന്നതെങ്കിൽ ഇവർ 40 വർഷം ഈ ആമസോൺ, അത് കൂരിട്ടുള്ളതായ വനമാണ്. ഒരു വനത്തിൽ കയറിയാൽ കൂരിട്ടുള്ള വനത്തിൽ, സൂര്യപ്രകാശം കിട്ടാത്ത ഈ വനത്തിൽ 40 ദിവസം ഈ 4 കുട്ടികൾ, മൂത്ത പെൺകുട്ടിയാണ്, ഈ 4 കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നമില്ലാതെ
അവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. എവിടെ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അതിന് പലരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്, നല്ല മനുഷ്യർക്ക് അഭിപ്രായം പറഞ്ഞു. അവരുടെ അമ്മ നിശ്ചയമായിട്ട് മരിക്കാൻ നേരത്ത് ദൈവത്തെ ഏൽപ്പിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ നീ നോക്കിക്കോണം. പലരും പറഞ്ഞു കേട്ടതാണ്. ഹിന്ദുക്കൾ പോലും പറഞ്ഞ് സാക്ഷി പറഞ്ഞു. അങ്ങനെ ഏൽപ്പിച്ചതുകൊണ്ട് ആ കുട്ടികളാരും ഈ 40 ദിവസം ഈ ആമസോൺ കൂരിട്ട് വനയിൽ കൂടെ നടന്നിട്ടും കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോകും. സർക്കാർ ഏറ്റെടുത്ത് സൈന്യങ്ങൾ ഹെലികോപ്റ്ററെല്ലാം അന്വേഷിച്ച് അവസാനം കുട്ടികളെ കണ്ടെത്തി. ആരവർ നടത്തി? അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഭയമില്ല. മൂത്ത കുട്ടി പറയുന്നത് ഏതോ ഒരു ശക്തി, ദൈവത്തിൻ്റെ ശക്തി എന്നാണ് പറയുന്നത്, ദൈവം ഞങ്ങളെ നടത്തി എന്ന് ആ കുട്ടിയും പറയുന്നത്. അപ്പം ഇതല്ലേ ശക്തി എന്ന് പറയുന്നത്, ഇതല്ലേ ബലം എന്ന് പറയുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ ദൈവവിശ്വാസിയാണെങ്കിൽ അവന് പ്രതിരോധ ശക്തി ഉണ്ടാകും. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ലോകം അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ഈ 40 ദിവസം വന്യമൃഗങ്ങളും തേളും സർപ്പമുള്ളതായ ഈ ആമസോൺ നിങ്ങറിയാം, എത്രയോ ലക്ഷക്കണക്കിന് ഏക്കർ കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ പോയിട്ടുള്ള വനത്തിൽ ഈ കുഞ്ഞുങ്ങളെ ആര് സൂക്ഷിച്ചു? ഇതാണ് കൊടുക്കേണ്ടതായ ഉപദേശം മനുഷ്യർക്ക്. കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അവരെ ബൈബിള്, ദൈവവചനമോ മതബോധന ഗ്രന്ഥമോ പഠിപ്പിക്കാതെ, ദൈവത്തെക്കുറിച്ച് അറിവ് കൊടുക്കാതെ, ഈ വേണ്ടാത്ത ലോകത്ത് വലിയവരാക്കാതെ നിങ്ങൾ വലിയവരാണ് പിശാചിന്റെ ഉപദേശം. ഇതാണ് ഏതും തോട്ടത്തിൽ ആദ്യമേ പിശാചി പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. എന്നാ പുസ്തിയായി ഇപ്പോഴും പെമ്പിള്ളേരെ കിടന്ന് ഇപ്പോഴും പുസ്തി പോയി പറയുകയാണ്, എന്താ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. നിങ്ങൾ പോയി അധ്വാനിച്ച് കാശുണ്ടാക്കി സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു. മാതാപിതാക്കന്മാർ അധ്വാനിച്ച് കടം വാങ്ങുന്ന കാശ് കൊണ്ട് നിങ്ങളെന്തിനാ സ്വാതന്ത്ര്യം കാണിക്കുന്നത്? അപ്പോൾ അവരുടെ ശിക്ഷണത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതനുസരിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അതില്ലാത്തിടത്തിൽ ഈ തലമുറയും നശിച്ചു പോകും. ഈ തലമുറയെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ മാതാപിതാക്കന്മാരും ദുഃഖിക്കേണ്ടി വരും. ഇവിടെ എന്നെ വാസ്തവത്തിൽ നെഞ്ചു തകർത്തൊരു വിഷയം ഞാൻ കേൾക്കാറുണ്ട്. നമ്മുടെ വിശ്വാസികളൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ താഴ്ന്ന ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് വരെ ഏറ്റവും ടോപ്പ് മാർക്കിൽ പാസ്സായി സൽസ്വഭാവിയായി ഒരു സിഗരറ്റ് വലിയ കള്ളുകൂടി ഒന്നുമില്ലാതെ മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ നല്ല കുട്ടിയായി വളർന്നു. അവൻ ബിടെക് കഴിഞ്ഞ് MBA കഴിഞ്ഞു. ബിടെക് കഴിഞ്ഞ് IIT-യിലെ മദ്രാസിലാണ് പോകുന്നു. അവന് ഒന്നാമതായ സെലക്ഷൻ കിട്ടി. ഗോൾഡ് മെഡലിൽ പാസ്സായതുകൊണ്ട് അവന് സെലക്ഷൻ കിട്ടി. അവിടെയും ഫസ്റ്റ് റാങ്കിൽ പാസ്സായി. മുടിമുടുക്കൻ ഇൻ്റലിജൻസ് വളരെ ക്ലവറായൊരു പയ്യൻ. അവനെ അമേരിക്കയിലെ ഒരു സ്പെഷ്യൽ കമ്പനി നേരിട്ട് റിക്രൂട്ട് ചെയ്തു. ഒരു മാസം ട്രെയിനിങ് കഴിഞ്ഞാണ് 25 ലക്ഷം രൂപ അവൻ്റെ ശമ്പളം പറഞ്ഞത്. അതുപോലെ എക്സ്പാർട്ടായ ഒരു പയ്യൻ. എനിക്ക് ആ പയ്യൻ ആരാന്നറിയില്ല കേട്ടോ. പക്ഷെ ഞാനിത് ഒരാളെന്നോട് വിളിച്ച് പറയാനിടയായി, അല്ലെങ്കിൽ മനസ്സിലാക്കാനിടയായി. ആ പയ്യൻ ഗോവയിൽ പോയി ട്രെയിനിങ് സമയത്തിൽ ജോലി കയറി കുറച്ച് ദിവസമായി. ഒരു നല്ല ചെറുപ്പക്കാരൻ, കണ്ടാൽ നല്ല ഹൈ സ്റ്റൈലുള്ളതായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെട്ടു. സുഹൃബന്ധം കൂടി, അങ്ങോട്ട് കൂടിയതാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഇച്ചിരി മയക്കുമരുന്ന് എടുക്കാം, നീ ജോലിയുടെ ടെൻഷനൊക്കെ മാറിക്കോളും, ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, ആ ഇഞ്ചക്ഷൻ നിന്റെ ജോലിയുടെ ടെൻഷനെല്ലാം മാറ്റും, നിനക്ക് വലിയ സമാധാനം സ്വസ്ഥം കിട്ടും, രാത്രി നല്ല ഉറക്കം കിട്ടും, രാവിലെയും ഈ ഹൈടെക് വർക്കല്ലേ നിനക്ക് റിലാക്സേഷൻ ഉണ്ടാകും എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്തു. അവൻ പറഞ്ഞില്ല, ഇന്നുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കത് വേണ്ടതാനും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് തീർത്തു പറഞ്ഞു. ആ ശരി, വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ ഒരു പെൺസുഹൃത്ത്, ഈ വന്നവൻ്റെ ഒരു പെൺസുഹൃത്തുമായിട്ട് വന്നു. അവളുമായിട്ട് വന്ന് എങ്ങനെയോ ഇവർ ക്യാൻവാസ് ചെയ്ത്, നീ ഒരു ദിവസം എടുത്താൽ മതി, വേണ്ടെങ്കിൽ പിന്നെ എടുക്കുകയോ വേണ്ട, നിനക്ക് അതുകൊണ്ട് ഗുണമില്ലെങ്കിൽ എടുക്കണ്ട. അങ്ങനെ ഈ മയക്കുമരുന്ന് MDM പോലെയുള്ളതായ ഏതോ ഹൈ ക്വാളിറ്റിയിൽ മയക്കുമരുന്ന് ഇവൻ്റെ ഈ ബ്രെയിനിൻ്റെ ഈ കഴുത്തിൻ്റെ കൂടെ കുത്തിവെച്ചു. അന്ന് രാത്രിയിൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങി. ഏതൊക്കെ സ്വപ്നമൊക്കെ ഉണ്ട്, വേറെ ഭാഷ പറഞ്ഞാൽ വളരെ റിലാക്സിൽ കിടന്നുറങ്ങി.
ആ ഇഞ്ചക്ഷൻ എടുത്തായ ആ സമയം അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവനെന്തോ അസ്വസ്ഥത, ഇതെടുക്കണം എന്നുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ആ സുഹൃത്ത് കൊണ്ട് 2-ാം ദിവസം ഫ്രീ ആയിട്ട് കൊടുത്തു, സൗജന്യമായിട്ട് കൊടുത്തു. നോക്കണം, 2 ദിവസവും വിലയുള്ള സാധനം സൗജന്യമായിട്ട് കൊടുത്തു. പക്ഷെ 3-ാം ദിവസം അസ്വസ്ഥത ഇരട്ടിയായി. അവനത് എടുത്തില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കല്ലേ കാശ് വരുന്നത്? ഇവരതിൻ്റെ ഏജന്റാ. ഈ പെൺകുട്ടിയും ഈ പയ്യനും ഇതിൻ്റെ ഏജന്റാണ്. അങ്ങനെ ഇവരിതില്ലാതെ വയ്യാതായി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവൻ്റെ മൈൻഡെല്ലാം വേറൊരു ഘട്ടത്തിലേക്ക് മാറി. ജോലി ചെയ്യാൻ വയ്യ, ആളുകളെ തിരിച്ചറിയാൻ വയ്യ. പക്ഷെ ഇതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ഭക്ഷണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. അവൻ്റെ കയ്യിലെ കാശെല്ലാം തീർന്നു. കമ്പനി പിരിച്ചു വിട്ടു. ചില മാസങ്ങളായി കമ്പനി പിരിച്ചു വിട്ടു. വീട്ടുകാർ എത്രയോ സ്വപ്നത്തോടുകൂടി, അത് നല്ലൊരു പയ്യൻ വളർത്തിയെടുത്ത് ഈ ഘട്ടത്തിലെത്തി 25 ലക്ഷം രൂപ ശമ്പളവുമായി ഒരു നല്ല പോസ്റ്റിലെത്തിയപ്പോൾ നോക്കണം ചതിവും വഞ്ചനയും. അങ്ങനെ അവന് അവിടെ വിട്ട് വീട്ടിൽ വരാൻ ഒക്കുമോ? വീട്ടുകാർ ഉപേക്ഷിച്ചു. കാരണം അവരുടെ സമ്പാദ്യവും കടവും വാങ്ങി പഠിപ്പിച്ച് ഈ സ്ഥാനത്തെത്തിയതാണ്. അവർ നിരാശരായി. ഇവൻ ഭ്രാന്തനെ പോലെ ഗോവയിൽ അലഞ്ഞ് പിച്ച തണ്ടി കിട്ടുന്ന കാശുകൊണ്ട് കിട്ടിയ മയക്കുമരുന്ന് കഴിച്ചിങ്ങനെ പോവുക. എന്നാലും ഒരു ദൈവനീതി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ടോ? ഇവൻ്റെ കൂടെ പഠിച്ചൊരു സ്നേഹിതൻ ബിടെക്കിന് പഠിച്ചപ്പോൾ വന്നതായ ഒരു സ്നേഹിതൻ ഡോക്ടർ ഏതോ ആവശ്യത്തിന് ഗോവയിൽ വന്നു. ഗോവയിൽ വന്ന് ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഒരു കലിങ്കലിൻ്റെ പുറത്ത് ഇവർ ഒറ്റയ്ക്കിരിക്കുന്നു. അതൊരു ദൈവികമായ ഇടപെടലായിരിക്കാം. ഇവനിങ്ങനെ താടിയൊക്കെ വളർത്തിയൊരു പ്രാകൃത വേഷത്തിലിരുന്നെങ്കിലും എന്തോ ഡോക്ടർ കാർ നിർത്തി, ഏതോ ഒരു ബന്ധം പോലെ. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ തൻ്റെ കൂടെ പഠിച്ച പഴയ സ്നേഹിതനാണെന്നൊരു തോന്നൽ. അവൻ അന്ന് ആ ക്ലാസ്സിൽ എല്ലാറ്റിനും സ്വഭാവം കൊണ്ടും പഠിത്തം കൊണ്ടും ടോപ്പായിരുന്നു. ഡോക്ടർ ഇറങ്ങി അവനോട്, നീ ഇന്നാരല്ലേ? ഡോക്ടറെ ഉടനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാനല്ല, എന്നെ വിട്ടുപോകാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഡോക്ടർ മനസ്സിലായവൻ തന്നെയാണ്. അവനെ പൊക്കിയെടുത്ത് കാറിലിട്ടു, നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. ഏതാണ്ട് 16 ദിവസമോ 17 ദിവസമോ ഹൈ ക്വാളിറ്റി ഉള്ളതായ ആൻറ്റി മെഡിസിൻ കൊടുത്തതിന് ശേഷമാണ് അവൻ്റെ സുബോധം തിരിച്ചു വന്നതും ഈ ഡോക്ടറെ തിരിച്ചറിഞ്ഞതും. ഇപ്പോഴും പൂജപ്പുര ജയിലിലെ ഹോസ്പിറ്റലിൽ കിടക്കുക അവിടെ. നോക്കണം, ഇതൊരാളനുഭവമല്ല. ബാംഗ്ലൂരിൽ പഠിച്ച നമ്മുടെ വിശ്വാസം ഉൾപ്പെടെ പലരും എനിക്കറിയാം. സ്വന്തം കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ വിളിച്ചുകൊണ്ടുപോയി ബേക്കറിയിലും കൂൾബാറിലും കൊണ്ടുപോയി കൂൾ ഡ്രിങ്ക് കുടിച്ച് മയക്കി അങ്ങനെയുള്ള ബേക്കറിയിലെ അടുത്ത മുറി ഇവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ മുറിയാണ്. അവിടെ വെച്ച് ഇവരുടെ നെയ്ക്കഡ് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഇവരെ ചീറ്റ് ചെയ്ത് അങ്ങനെ 100 കണക്കിന് കുട്ടികളാണ് പിന്നീട് മോശമായി പോവുകയും പിന്നെ കാശിന് വേണ്ടി പോക്കറ്റ് മണിക്ക് വേണ്ടി അങ്ങനെ ചില വിശ്വാസികൾ, പെന്തിക്കോസ് വിശ്വാസികൾ പറഞ്ഞു. ഞാൻ സുൽത്താൻ ബത്തേരിയിലിരിക്കുമ്പോൾ മൈസൂരിൽ നടക്കുന്ന വിഷയം എനിക്ക് ഒരാളെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടിയുള്ളതായ ഒരു വലിയ റിസോർട്ടും ഹോട്ടലൊക്കെ ഉണ്ട്. ഒരു ദിവസം ലീവ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരിക. കാരണം ആദ്യം ചതിക്കപ്പെട്ടു, പിന്നെ അവർക്കതൊരു സന്തോഷമായി, കാശും കിട്ടും, പോക്കറ്റ് മണിയും കിട്ടും. അങ്ങനെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലം. വളരെ സൂക്ഷിച്ചോണം. ഒന്നാമത് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചോണം. മാതാപിതാക്കന്മാർ എപ്പോഴും നിങ്ങളുടെ മക്കളുമായിട്ടൊരു ബന്ധം വേണം, മക്കൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ. അത് കണ്ടുകൊണ്ടല്ലേ യേശു പറഞ്ഞ്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഈ നാളുകളിൽ അയലോക്കാരനെ മറ്റുള്ളവരെ ആരും നിങ്ങൾ നോക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. സഭക്കാരെ ശ്രദ്ധിക്കേണ്ട, ഭാഷയെ ശ്രദ്ധിക്കേണ്ട, മതന്മാരെ ശ്രദ്ധിക്കേണ്ട. അവർ ജീവിക്കുന്നത് ജീവിക്കട്ടെ. നിങ്ങൾക്ക് തന്ന 2-3 കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. എപ്പോഴും നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് വരണം. അവരോട് എപ്പോഴും നിങ്ങളുടെ വിഷയങ്ങൾ അന്വേഷിക്കണം. സ്നേഹത്തോടെ അവരുടെ മൊബൈലുകൾ വല്ലപ്പോഴും നോക്കണം. അവസാനം വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. നോക്കണം, ഈ കുട്ടിയുടെ, എനിക്കറിയത്തില്ല ഇപ്പോഴും ആ കുട്ടിയാരാന്ന് അറിയത്തില്ല, പക്ഷേ അത് കേട്ടപ്പോൾ ഇത്രയും രീതിയിൽ പഠിച്ച് മിടുക്കനായൊരുത്തനെ എങ്ങനെ വഞ്ചിക്കപ്പെട്ടു നോക്കണം. ഇതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സമൂഹം
നല്ല കാര്യങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലേക്ക് മനുഷ്യനെ വശീകരിച്ച് വലിച്ചുകൊണ്ട് പോകുന്നൊരു കാലമാണെന്ന് ഓർത്തോളൂ. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. ചെറുപ്പത്തിലെ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് ബസ് പിടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പൊക്കോളും, ഇല്ലയോ? മറ്റുള്ളവർ കൂടെ തൊന്തരെടുക്കാൻ സ്വാതന്ത്ര്യമല്ലേ? ഇപ്പോഴേ പോയി ഇഷ്ടം പോലെ ജീവിച്ചു. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാർ മുട്ടുപോയി നിന്നാ മതി. ശരി, അവൻ പോയി. ഒരു സ്പിരിറ്റ് അവനെ നടത്തിക്കൊണ്ട് പോവുക. നിങ്ങൾ മുട്ടുമേ നിൽക്കണം, മുട്ടുമേ നിന്ന് കാത്തിരിക്കണം, പ്രത്യാശയോടെ കാത്തിരിക്കണം. ആരെ? ആ മുടിയനായ പുത്രനെ. അപ്പം പുറകെ പോയില്ല. അവരീ പറഞ്ഞ പോലെ വീട്ടിലെ കാശൊക്കെ വാങ്ങിച്ചുകൊണ്ട് കുറെ കൂടെ സ്വാതന്ത്ര്യമായിട്ട് വിശാലമായി ജീവിക്കാൻ പോയ പോക്കാണ്. അവസാനം പന്നിക്കൂട്ടത്തിൽ പോയി കൂട്ടായ്മയായിരിക്കുന്നു. നോക്കണം, എങ്ങനെയോ ജീവിച്ചവൻ, ഭൂമത്തെ ജീവിച്ച് എല്ലാ സൗകര്യങ്ങളോട് ജീവിച്ചവൻ. ഞാൻ ആദ്യം പറഞ്ഞ കുട്ടി വഞ്ചിക്കപ്പെട്ടു, രണ്ടാമത്തെ പയ്യൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ അവനെന്ത് ചെയ്തു? വീട് വിട്ടിറങ്ങി, അവിടെയും വഞ്ചിക്കപ്പെട്ടു. ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ് മനുഷ്യരെ ചതിക്കാൻ വേണ്ടി. ഈ ലോകം ആരെ ചതിക്കണം, ആരെ വഞ്ചിക്കണം, ആരെ നശിപ്പിക്കണം? കാരണം പിശാചിന് അല്പസമയമേ ഉള്ളൂ. അതുകൊണ്ട് ദുഷ്ടന്റെ ശക്തി മുഴു ലോകത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗത്തിൽ വ്യാപിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പറ്റി മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ കുറിച്ചോ 3 ഉണ്ടെങ്കിൽ അവരെ പറ്റി മാത്രം ശ്രദ്ധിക്കുക. അവരെ നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ കൊണ്ടുള്ള ധൈര്യം, ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. എനിക്കറിയാം, എൻ്റെ ഒരു പരിചയക്കാരൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അവൻ മദ്യത്തിനടിമയായിരുന്നു. അവൻ ബ്രാൻഡിയെല്ലാം കുടിച്ചിങ്ങനെ നടന്നൊരു പയ്യനാണ്. അങ്ങനെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവനതെല്ലാം മാറ്റി സ്നാനമെടുത്തു സുഖമായി ജീവിക്കുക. അപ്പൊ ഇതറിഞ്ഞിട്ട് അവന്റെ പഴയ സുഹൃത്തുക്കൾ വന്ന് ഇവരെ നിർബന്ധമായി പിടിച്ചുകൊണ്ട് പോയി. നല്ല ചാപ്പാടും സ്കോച്ച് വിസ്കിയെല്ലാം വെച്ചിട്ട്, നീ ഒരു ദിവസം ഞങ്ങളോട് കുടിച്ചാൽ മതി, നീ പൊക്കോ, പെന്തിക്കോസിൽ പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു ദിവസം ഞങ്ങളുടെ ആഘോഷിച്ചിട്ട് പൊക്കോളാം. അവൻ പറഞ്ഞു, ഒരു ദിവസമല്ല, 1 മിനിറ്റ് നിങ്ങളോട് ഞാൻ സഹകരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഞാൻ പുതിയ സൃഷ്ടിയായി, ഞാൻ യേശു ക്രിസ്തുവിന്റെ പൈതലായി തീർന്നു പറഞ്ഞു. ഇപ്പൊ 2-3 ടൈപ്പ് വിസ്കിയും ബ്രാൻഡെല്ലാം വെച്ചിരിക്കുക. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഞാൻ യേശു ക്രിസ്തുവോട് ഞാൻ സ്നാനമേറ്റു. സ്നാനമോ? ആ വെള്ളത്തിലിങ്ങനെ കർത്താവിനെ സാക്ഷിച്ച് എടുത്തവരെ ഇനി ഞാൻ ഒന്നിനും. ഇവരെല്ലാം നിർബന്ധിച്ചിട്ട് നോക്കണം, അവന്റെ അകത്തിരുന്ന വിശ്വാസവും അറിവും ഒരു അണുവിടെ ചലിപ്പിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അവസാനം ഇവന്മാരാണ് കോപിച്ച് ഈ വിസ്കി ബ്രാൻഡിയുടെ കുപ്പി തുറന്നിട്ട് കുപ്പി അവൻ്റെ തലയിലോട്ട് ഒഴിച്ചു. ശരി, നീ കുടിച്ചില്ലെങ്കിൽ ഇന്ന് ബ്രാൻഡ് കൊണ്ട് നിന്നെ സ്നാനപ്പെടുത്താൻ പോകുന്നതാണ്. നിങ്ങൾ ഒഴിച്ചു, എൻ്റെ ആത്മാവിന് അകത്തോട്ട് കയറിയിരുന്നു പറഞ്ഞു. എങ്ങനെ കിട്ടി അവനെ വിശ്വാസം? അതാണ് ലോകത്തെ ജയിച്ച ജയമോ? നിങ്ങളുടെ ഈ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ധൈര്യവും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെന്തക്കോസ്തിലെ കൂട്ടായ്മയാന്ന് പറഞ്ഞുകൊണ്ടോ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ടോ ഒന്നും ഈ കാലത്ത് പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. ലോകത്തെ ജയിച്ച ജയമോ? നിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസവും ദൈവത്തിൻ്റെ പരിചരണമാണ് നമുക്ക് ആവശ്യം. നമുക്കറിയാം, കർത്താവായ യേശു ലോകത്തെ ജയിച്ചവനാണ്. യേശുവിന് ലോകത്തിന് വേണ്ട. അവനെ എങ്ങനെയെങ്കിലും ആ നാമത്തെ ഇല്ലാതാക്കാൻ സാത്താൻ ശ്രമിക്കുകയാണ്, മതങ്ങളിൽ കൂടെയും തീവ്രവാദികളിൽ കൂടെയും. നോക്കിയ എല്ലാ ഫീൽഡുകളിലും തെറ്റായ സന്ദേശമല്ലേ ഇന്ന്. മീഡിയാസുകൾ, ചാനലുകൾ, പിന്നെ മാധ്യമ പ്രവർത്തനങ്ങൾ, ഇവരെല്ലാം ആർക്ക് വേണ്ടിയോ സേവനം ചെയ്ത പോലെയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നിക്സനോടാ പറഞ്ഞത്, നിന്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്, കേൾക്കാൻ ചെവിയോടെ കേൾക്കുക, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാം, വെറുതെ സമയം കളയണ്ട കേട്ടോ. മറ്റുള്ളവർക്ക് ഉപദ്രവം കൊടുക്കാതെ കേൾക്കാൻ ചെവിയോണ്ടിരുന്ന് കേൾക്കുക, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ബോധിച്ച പോലെ പോകും. ആരും നിന്റെയൊക്കെ പുറകെ വരാൻ പോകുന്നില്ല. പൊതുവെ പറയാം, ഓരോരുത്തരുടെ കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. നല്ല നല്ല കുട്ടികളെ കൊണ്ടുപോയി പിശാച് ഇങ്ങനെ സമൂഹം കൊണ്ട് നശിപ്പിക്കുക. നമ്മുടെ സ്വന്തക്കാരല്ലെങ്കിലും നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ അറിയാതെ ഒരു വേദന വരുന്നു പോകുന്നു. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ
ഈ ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്കതിനുള്ള വചനങ്ങൾ വേണം, ദൈവികമായ ഒരു സാന്നിധ്യം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ സ്വാതന്ത്ര്യം നിന്നെയൊക്കെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി പരസ്യപരമായി വരുമ്പോൾ ഈ സ്നേഹിതന്മാരും നിന്റെ കൂടെ കാണത്തില്ല. നിനക്ക് സൗജന്യമായി മയക്കുവരുന്നവൻ നിന്റെ കൂടെ കാണത്തില്ല. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് ചിലർക്ക് മാത്രം ബോധം വരും, ആ മുടിയനായ പുത്രനെ പോലെ. അപ്പോൾ അവനെന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ബോധം പോയപ്പോഴെന്ന് പറഞ്ഞു പന്നിക്കൂട്ടത്തിൽ കൊണ്ടെത്തി. ഇനി അവിടെ ചെന്നിട്ട് ഒരു ലക്ഷ്യമുണ്ട്, പന്നികൾ സുഭിക്ഷമായി ജീവിക്കുന്നു, ഇവനതും ഇല്ല. ഇതാണ് പ്രത്യേകിച്ച് ദൈവ മക്കൾ ദൈവത്തെ വിട്ട് പോകുന്നവൻ്റെ അവസാനം ഇതായിരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നീങ്ങുവാൻ. ഇനി വേർതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നോക്കുക, സാത്താൻ ബഹുകാലമായി ഒരുത്തരെ, ഒരു സാത്താനല്ല, അനേക ദുഷ്ടാത്മാക്കൾ ഒരു ചെറുപ്പക്കാരനിൽ കയറിയിട്ട് അവനെ കൊണ്ട് നടത്തിയതായ തിന്മയായ പ്രവർത്തനങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. വായിച്ചതാവട്ടെ. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേന ദേശത്താണഞ്ഞു. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും. വീട് വിട്ടിറങ്ങിയാൽ സ്വാതന്ത്ര്യത്തിൽ പോകുന്നവന്റെയൊക്കെ ഗതി ഇതാണെന്ന് ഓർത്തോ. ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുകയല്ലേ, ചുമ്മാ അനാവശ്യമായിട്ടൊക്കെ ബാധിക്കുക. ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാം ഒരു കാലത്ത് എത്ര സ്ട്രിക്റ്റായി നടത്തുന്ന സ്കൂളും കോളേജുകളും അവിടെ മാത്രമേ റിസൾട്ടുള്ളൂ. ഞങ്ങളുടെ ദേവമാതാ സ്കൂളിലെ കുറേ ടീച്ചർമാരുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് വന്ന പുതിയ അപ്പോയിൻമെൻറ്റ് ടീച്ചർമാർ. അവരുടെ പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. കെ വി തോമസ്, എം ഒ വർക്കി, ജോബ് സാറ്, അങ്ങനെ പല മിടുക്കന്മാരായത് സ്വന്തം മക്കളെ പോലെ കർശനമായി നടത്തി ശിക്ഷിച്ച് എംപോസിഷൻ. കെ വി തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസുമാണ്. ക്ലാസ്സിൽ പിള്ളേർ വിറയ്ക്കും. പുള്ളിയെ പേടിച്ചിട്ടാണ് പഠിക്കുന്നത്. നോക്കണം, പുള്ളി SI പോസ്റ്റ് സെലക്ഷൻ കിട്ടിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് വാദ്യാർ പണിക്ക് വന്നതാണ്. നല്ല ആരോഗ്യമുള്ള ശരിക്കും അടിക്കും. പഠിക്കാത്ത പുള്ളികളെ എംപോസിഷൻ കൊടുക്കും. അങ്ങനെ പല ശിക്ഷകൾ കൂടെ. പക്ഷെ ഒരു കാര്യം, അവസാന റിസൾട്ട് വരുമ്പോൾ താൻ പഠിപ്പിച്ച പിള്ളേരാരും തോറ്റിട്ടേ. കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതേ സ്കൂളിൽ സമരം ആരംഭിച്ചു. KSUവും SFIയും. അല്ലെങ്കിൽ പഠിക്കാമെന്ന് പഠിക്കണ്ടേ, ഇതിൻ്റെയൊക്കെ ഭാഗം നോക്കണ്ടേ. സമരത്തിന് വലിയ ഇൻട്രസ്റ്റാണ്. ഒരിക്കൽ ആരും ഓർക്കുന്നുണ്ട്, നമ്മുടെ സീനിയർ ചേട്ടന്മാർ ഞങ്ങളെ സമരം പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ ഇറക്കി പള്ളിയെട്ടിയുടെ സിമിത്തേരി കൊണ്ട് ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പുറകെ നിൽക്കുക. വോട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി യവന്മാർ കൈനഗരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുനിന്നും ബോട്ടിൽ കയറും. ടിക്കറ്റ് എടുത്ത് പാസഞ്ചറെ പോലെ കയറിയിട്ട് ഈ ചേന്നഗിരി ജെട്ടിയിൽ വരുമ്പോൾ ഇവരിറങ്ങി ഉടനെ കയറിയിട്ട് ബോട്ട് കെട്ടി ഇംഗ്ലാസ് സിന്താവെന്ന് വിളിച്ചല്ലെങ്കിൽ വിദ്യാർത്ഥി ഐക്യം സിന്താവെന്ന് വിളിക്കും. അതൊക്കെ രസമല്ലേ? ഞങ്ങൾക്കൊക്കെ രസം ഒരു ബോട്ട് പിടിച്ചെടുക്കാൻ കിട്ടുക. അങ്ങനെ യുവന്മാർ ആദ്യമായിട്ട് ഒരു ബോട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി കൈനഗരിയിൽ നിന്ന് ബോട്ടെ കയറി വിടും. ഇവർ ജെട്ടിയിൽ അടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? വിദ്യാർത്ഥി ഐക്യം പിടിച്ചു. സാങ്ക് ഡ്രൈവർ മണി അടിച്ച് ഒരൊറ്റ പിടിയിൽ പിടിച്ചു. ബോട്ട് അടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്ഥലം വിട്ടു. യവന്മാർ കുഴഞ്ഞു. യാത്രക്കാരിറങ്ങി ഓരോ വീക്ക് കൊടുത്തു. ഇറങ്ങിപ്പോളാന്ന് പറഞ്ഞു. പിന്നെ നീന്തറിയാവുന്നതുകൊണ്ട് വെള്ളത്തിൽ ചാടി. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മാതാപിതാക്കന്മാർ, പേരൻസിനെ പോലുള്ളവർ ഓരോ വീക്ക് കൊടുത്തുകൊണ്ട് പിന്നെ 1-2 വർഷം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇവൻ്റെയൊക്കെ മനസ്സിൽ ഇങ്ങനല്ലേ, നമ്മുടെയൊക്കെ മനസ്സിൽ ഈ തിന്മയ്ക്ക് വേണ്ടിയല്ലേ. 97%, 95% ഉണ്ടായിരുന്നു ദേവമാതാ സ്കൂള്. പിന്നീട് വന്നപ്പോൾ SSLCക്ക് റിസൾട്ട് വരുന്ന 16%. ഇന്നിപ്പോൾ മറ്റൊരു ചതിവാണ്. SSLCക്കും +2 വരുമ്പോൾ 99% ജയം. സകല പുള്ളികളെ ജയിപ്പിച്ചു വിടുക. അർഹതയില്ലാത്തവനെല്ലാം ജയിപ്പിച്ചു വിടുന്നൊരു കാലമാണ് ഇത്. മറ്റൊരു നാശമാണ്. അങ്ങനെ ലോകം ദുഷ്ടന്റെ മുഴുവൻ ശക്തിയോടെ പ്രവർത്തിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയോണം.
അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതിവിൽ പോയി അകപ്പെടരുത്. രണ്ടാമത് ഈ സാത്താൻ തന്നെ നേരിട്ട് പ്രവർത്തിക്കുന്ന ശക്തി, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താ വായിച്ച്? അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും പിന്നെ വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറുകളിൽ അത്രയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാഞ്ഞിരപ്പള്ളിയുടെ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ എന്ത് ധരിക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും, അത് എന്തുമാത്രം നീളം വേണോ അകലം വേണോ എന്നുള്ളത് ഞങ്ങളാണ് നിശ്ചയിക്കുന്നത്, കോളേജുകാരല്ല. നിശ്ചയിച്ചു, ആര് പറഞ്ഞു? പക്ഷേ ഓരോ കോളേജുകൾക്ക് അതിൻ്റെ ഡിസിപ്ലിൻ ഇല്ലേ? നീ തന്നെ കാശ് കൊടുത്തവിടെ അഡ്മിഷൻ പോകുന്നത്. അതേ കോളേജുകളിൽ സ്കൂളുകളിൽ പോകുമ്പോൾ അവരുടെ ഡിസിപ്ലിൻ നിൽക്കണ്ടേ? അതിനല്ലേ മാതാപിതാക്കന്മാർ അങ്ങോട്ട് വിടുന്നത്. പണ്ട് PC തോമസ് എന്ന് പറയുന്ന എൻട്രൻസ് കോളേജിലേക്കാണ് പേരൻസ് മക്കളെ വിടത്തുള്ളൂ. കുട്ടികൾക്ക് പലർക്കും ഇഷ്ടമല്ല, കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതിന് പിള്ളേരെന്ത് ചെയ്യുന്നറിയാം, അവിടെ ചെന്ന് ഒരിക്കലും ഒരു കുട്ടി, നമ്മുടെ ഒരു സാറോടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പവിത്ര മാഷ്. ഇവരവിടെ സ്കൂളിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി തലയിറങ്ങി വീഴും. തലയിറങ്ങി വീഴുന്നൊന്നുമല്ല, ചുമ്മാ അഭിനയിച്ച് കാണിച്ച് വീണ് അപസ്മാരം പോലൊക്കെ ബഹളം ഉണ്ടാക്കും. ഇവിടെ PT തോമസ് സാറിന് ഇതൊക്കെ അറിയത്തില്ല. പേരൻസ് പൂർണ്ണമായിട്ട് ഒപ്പടച്ചിരിക്കുക, എന്താ നിങ്ങൾ എന്ത് വേണം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പാസ്സാക്കി തരണം. അതുകൊണ്ട് PT തോമസിൻ്റെ എൻട്രൻസ് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന പിള്ളേരെല്ലാം വിജയിക്കും. അപ്പം കാശ് കൊടുക്കുന്ന പേരൻസിന്. അപ്പം ഇന്നതല്ല സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ആ കോളേജിലേക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് പൊക്കോളാം. ഈ പേരൻസിനെ ശല്യപ്പെടുത്തണോ? അവർ കഷ്ടപ്പെടുണ്ടാക്കുന്ന കാശുകൾ കൊണ്ട് നിങ്ങളെ വളർത്തി ഇതെല്ലാം പഠിപ്പിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്താ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? തോന്നിയാസം ജീവിക്കുന്നതാണ്. അതിൻ്റെ പരിണതഫലമാണ് നമ്മൾ കണ്ട മുടിയനായ പുത്രനെയും നോക്കണം. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ചതിക്കപ്പെട്ട ഞാൻ പറഞ്ഞതായ ആ സഹോദരൻ. ഇങ്ങനെ എത്രയോ എണ്ണം, എന്തുമാത്രം മനുഷ്യരാണ്. ഇവിടെ ഇതാ മറ്റൊരു ശക്തി, ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും പിന്നെ വായിക്കാം, ശവക്കല്ലറുകളിൽ എത്രയായിരുന്നു. ഇവന്റെ കൂട്ടായ്മ എവിടാ നോക്കണം. സുബോധം നഷ്ടപ്പെട്ട് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ എല്ലാം കൂട്ടായ്മ ശവക്കല്ലറകളാണ്. ശവങ്ങൾ, ചത്ത മനുഷ്യരോടുകൂടി, ജീവനുള്ളവരോടല്ല. ജീവനുള്ള ദൈവമക്കളോടുള്ള കൂട്ടായ്മയായിരിക്കും പലരും. കൂട്ടായ്മ വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ പോകുന്ന ശവക്കല്ലറയിലാണ്, ചത്ത മനുഷ്യരോടാണ്. കുറെ കഴിയുമ്പോൾ അവരുടെ ചാവ്, മരണം, ചത്ത മനുഷ്യരോട് ജീവിച്ചാൽ എന്ത് ചെയ്യും? ചത്ത മനുഷ്യരാരും ജീവിക്കാൻ പോകുന്നില്ല, പക്ഷെ അവരുടെ മരണം നിന്റെ ജീവനെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും. തോട്ട് വായിക്കാം. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. നോക്കണം, യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് നമസ്കരിച്ചു. പിശാച, അവന്റെ അകത്തിരിക്കുന്ന പിശാച് യേശുവിനെ കണ്ട് നമസ്കരിച്ചു. എന്താ പറയുന്നത്? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത് നോക്കണം. അപ്പൊ പിശാചിന് പോലും യേശുവിനെ തിരിച്ചറിയാം, പക്ഷെ മനുഷ്യർക്ക് അറിയത്തില്ല. ഇന്നത്തെ സമൂഹത്തിന് യേശു ആരാന്ന് അറിയത്തില്ല. സാത്താൻ പോലും പറയുന്നു, മഹോന്നതനെ, നിനക്കും എനിക്കും തമ്മിൽ എന്താ? തമ്മിലല്ല, എനിക്കും നിനക്കും എന്താ? വായിക്കാം. എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. നോക്കണം, ദൈവത്തിന് മനസ്സിലായി ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ വേണ്ടി തന്നെ യേശു വന്നതാണ്. നോക്കണം, അതിന്റെ മേളിൽ വായിക്കുമ്പോഴേ നമ്മളതിന്റെ മേളിൽ കാണുന്നുണ്ട്. 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരും കൂടെ 5000 പേരെ പോഷിപ്പിച്ച് സമൃദ്ധിയാക്കി ഇവരപ്പമൊക്കെ എടുത്ത് വള്ളത്തെ വെച്ച് ഇങ്ങോട്ട് പോകും. യേശു പറഞ്ഞു, പടം വിട്ടു, ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ വിചാരിച്ചത് സ്വന്തക്കാരൊക്കെ അവിടെ ഉണ്ട്, അവർക്ക് കൊണ്ട് അപ്പം കൊടുക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷെ യേശുവിന് മനസ്സിലായ അവിടെ നല്ലൊരു ആത്മാവുണ്ട്, നല്ലൊരു രക്ഷയ്ക്കുള്ളൊരു പാത്രം അവിടെ ഉണ്ട്, ഒരു മാനപാത്രം ഉണ്ട് അവിടെ. പക്ഷെ ഇപ്പോൾ പിശാച് അവനെ മുൻകൂട്ടി കണ്ടു. നോക്കണം, ഇവനെ കൊണ്ട് ദൈവം ജയിക്കാൻ പോകുന്ന പ്രവൃത്തികളും ദൈവത്തിന് വേണ്ടിയുള്ള ശുഷ്കാന്തികളും മുന്നമേ കണ്ടിട്ട് പിശാച് അവനെ തകർക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിലരെയും ദൈവം തൻ്റെ പദ്ധതിക്കായി, മറ്റുള്ളവർ നന്മയ്ക്കായി, ഉയർച്ചയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത പാത്രങ്ങളാണ്. ഇത് പിശാച് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളെ അഡ്വാൻസായിട്ട് തകർക്കാൻ ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞോണം കേട്ടോ. പക്ഷേ ഈ പയ്യൻ തിരിച്ചറിയാതെ പോയി, അവനൊരു പിശാച് കയറി. ഏതോ ക്രമക്കേട് കാണിച്ചപ്പോഴാണ്. ക്രമക്കേടില്ലാതെ പിശാചിന് നമ്മളെ കയറാൻ അവകാശമില്ല ഒരു മനുഷ്യരിലും. എന്തെങ്കിലും ക്രമക്കെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പിശാചിന് നമ്മൾ പ്രവേശിക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് അകത്ത് പോവുകയോ ദൈവത്തിന് ലക്ഷ്യമില്ലാത്ത പാപം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പിശാച് അകത്ത് വരുന്നത്.
ഇല്ലെങ്കിൽ വ്യവസ്ഥയില്ലാതെ ലോകമനുഷ്യരിൽ പോലും പിശാചിന് കയറാൻ അവകാശമില്ല. അങ്ങനെ ഈ ക്രമം കെട്ടുപോയ ഈ പയ്യനിൽ പിശാച് കയറി അവനെ തകർക്കാൻ, ഇല്ലാതാക്കാൻ. ഒന്നും രണ്ടുമല്ല, നോക്കണം, ഇവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എത്രയോ ശ്രേഷ്ഠമെന്ന് കരുതി ഒരു ലഗിയോൻ, അതായത് 3000 പിശാചുക്കൾ ഈ മനുഷ്യൻ കയറിയുന്നതാണ്. അതുകൊണ്ടാണ് അവൻ രാത്രിയിൽ കാടുകളിലേക്ക് പോകും. അവനെ ബന്ധിച്ചിരിക്കുന്ന വിലങ്ങും തലമെല്ലാം പൊട്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരുത്തരെ കർത്താവ് മുൻകൂട്ടി കണ്ടു. നോക്കണം, ഇവനിൽ നിന്ന് പിശാച് ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാത്താൻ വിചാരിക്കുന്ന ഇവരെല്ലാം തടാകത്തിൽ മുക്കിക്കളയാം. നോക്കണം, യേശു കിടന്ന് ഉറങ്ങുക. യേശുവിനെ കണ്ടുകാലത്തില്ല പിശാച്. യേശു അതിനകത്തുണ്ടെന്ന്, കാരണം യേശു അവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ. ഈ ശിഷ്യന്മാരിലാണ് കൂടി അപ്പം പങ്കിട്ട് കൊടുത്ത് വെള്ളത്തിൽ കയറി വരുമ്പോൾ ഇവരുടെ പ്രശംസ മുതൽ എന്താ, എൻ്റെ കൈ പത്രോസ് പറയും, എൻ്റെ കൈ കൊണ്ട് ഞാൻ 500 പേർക്ക് അപ്പം കൊടുത്തു. മറ്റോ പറയും, ഞാനിങ്ങനെ അപ്പം കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൈക്ക് എന്തോ തരിപ്പുണ്ടായിരുന്നു ഇല്ലയോ. ഇങ്ങനെ സ്വയപ്രശംസകളെല്ലാം കയറി പിശാചും കയറി ഈ സമയം ഇവരെ കടലിൽ താക്കി കളയുക. കാരണം ഏതോ ഒരു അറിവ് കിട്ടി, ഇവർ വരുന്നത് ഈ സാത്താനെ ഇറക്കാനാണെന്ന് എന്തോ ഒരു അറിവ് കിട്ടി കാണും. യേശുവിനെ കാണുന്നില്ലെങ്കിലും, യേശു എവിടെ ഉണ്ടെന്ന് അറിയില്ലെങ്കിലും അങ്ങനെ മുക്കിക്കളയാം. പക്ഷെ യേശു ഉള്ളിടത്തോളം കാലം പിശാചിന്റെ പ്രവൃത്തികൾ അവിടെ വർക്കൗട്ട് ആകില്ല. അങ്ങനെ ഇതാ കാറ്റിളകി. വായിച്ചേ 24-ാം വാക്യം. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. നോക്കണം, തടാകത്തിൽ ചുഴലിക്കാറ്റുണ്ടായി. പിന്നെ പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. പിന്നെ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ പ്രാണഭയം. ഇപ്പൊ പിശാചിന്റെ ശക്തിയിൽ ചുഴലിക്കാറ്റ് നമ്മൾ നേരെ എടുക്കുമ്പോൾ നമുക്ക് പ്രാണഭയം ഉണ്ടാകും. അത് കുടുംബജീവിതത്തിലായിരിക്കും, വ്യക്തിജീവിതങ്ങളിലായിരിക്കും. പ്രതീക്ഷിക്കാത്ത ചില പ്രവൃത്തികൾ സാത്താന്റെ ശക്തിയിൽ വരുമ്പോൾ ആ കുടുംബം തകർന്നു പോകുന്ന ശൈലിയിലേക്ക് വരും. പിശാചിന് അതാണ് ഇഷ്ടം. കാരണം അവൻ മോഷ്ടിപ്പാനും, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ മോഷ്ടിപ്പാനും, അറുപ്പാനും, മുടിപ്പാനും അത്രേ ആരും ഒന്നേ പിശാച് വന്നത്. പക്ഷെ യേശു വന്നതോ പിശാചിന്റെ പ്രവൃത്തികളെ വായിച്ച് 3:8 വായിച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വെളിപ്പെട്ടത്. വായിക്കാം, 1 യോഹന്നാൻ 3:8 മുതൽ വായിക്കാം. പാപം ചെയ്യുന്നവൻ അന്നേരം മുതൽ പിശാചിന്റെ അടിമ, പിശാചിന്റെ മകൻ. പിന്നെ എന്നാൽ പിശാചിന്റെ പ്രവൃത്തിയിലെ അഴിപ്പാനാണ് ആര് വന്നത്? ദൈവപുത്രൻ വന്നത്. ഇപ്പോൾ പ്രകൃതിയുടെ മേൽ സാത്താനയ്ക്ക് അധികാരമുണ്ട് കേട്ടോ. ഈ ലോകം ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കവും ഈ ഭയങ്കരമായ തിന്മകളും ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിന്റെ ശിക്ഷയല്ല, സാത്താനാണ് മനുഷ്യർക്ക്, നമ്മൾ പറയുന്നത് ദൈവം അയച്ച ശിക്ഷയാണ്. അങ്ങനല്ല. ദൈവം ചില സമയത്ത് മനുഷ്യന്റെ ദുഷ്ടത കൂടുമ്പോൾ അനുവദിക്കും. പക്ഷേ ഈ പ്രകൃതിയുടെ മേൽ സാത്താന് ഭയങ്കരമായ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് നോക്കണം, ഇവൻ ചുഴലിക്കാറ്റിനെ ഇളക്കി യേശുവിനെയും ശിഷ്യന്മാരെയും കടലിൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ യേശുവിന് ഭയമില്ല, കാരണം യേശു ഇതിനെല്ലാം ജയിച്ചവനാണ്. എന്നാൽ ഇവർ ഇളകി മറിഞ്ഞ് പ്രയാസത്തിലായപ്പോൾ അവരെന്ത് ചെയ്ത്? നാഥ വായിച്ചേ. നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ച് അവ അമർന്നു ശാന്തതയുണ്ടായി. 107-ാം സംഘത്തിൽ നാം വായിക്കപ്പെടുത്തിയിരുന്നു. അവൻ ശാസിച്ചു, തിരമാലകൾ അടങ്ങി. ആ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ശാസിച്ചു, തിരമാലകൾ അടങ്ങി. 107:29. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. നോക്കണം, ഇവിടെയും ഇപ്പോൾ മുൻകൂട്ടി തന്നെ ഈ പ്രവർത്തനം നടത്താൻ വരുന്ന യേശുവിനെയും സംഘത്തെയും സാത്താൻ വഴിയിൽ തടഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇത് നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചോണം. നമ്മളൊരു നല്ല കാര്യത്തിൽ പോകുമ്പോൾ സാത്താൻ ചുമ്മായിരിക്കില്ല. അവൻ എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കി തകർക്കാൻ അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യും. ഒരു നല്ല കാര്യങ്ങൾ നടക്കുന്നിടത്ത് അതിനെ തകർക്കാൻ വേണ്ടി സാത്താൻ ഇങ്ങനെയുള്ളതായ കോൺഫറൻസ് ഉണ്ടാക്കി അവന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ
ആ നിശ്ചയമുള്ളവർക്ക് മാത്രമേ ഏത് പ്രതിസന്ധികളെയും ജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അവരെന്ത് ചെയ്തു? യേശുവിനെ ഉണർത്തി. നോക്കണം, യേശു ഉണർത്തുന്ന പറഞ്ഞാൽ കടന്നുറങ്ങുന്നതല്ലായിരുന്നു. താന് ഈ പറഞ്ഞ ഗനേസരത്ത് പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി അതിൻ്റെ പ്ലാൻ താൻ പദ്ധതി ഉണ്ടാക്കി ആത്മാവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനൊരു വലിയ പ്രൊജക്റ്റ് വർക്ക് യേശു ഒരു കമ്മീഷൻ നടത്താൻ പോവുകയാണ്, ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വെൽ പ്രിപ്പറേഷനിൽ യേശു ആത്മാവിലിങ്ങനെ കടന്നു നടപ്പോൾ അവർ വിചാരിച്ച് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കെല്ലീസിലേക്ക് ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോഴേ ഞായറാഴ്ച ഒരു 7 മുതൽ 8 വരെ പാസ്റ്റർ ബോബി കട്ടിലേക്ക് കിടന്നിങ്ങനെ ഉറങ്ങും. ഞാൻ വിചാരിച്ചെന്നില്ല ഞായറാഴ്ച 7 കിടന്ന് ഉറങ്ങുന്നത്. പിന്നീട് അവിടെ താൻ ഉറങ്ങുകയല്ല, താൻ കണ്ണടച്ചിങ്ങനെ കിടക്കും. ഉറങ്ങുന്ന പോലെ നമുക്ക് തോന്നിയാലും ഈ 1 മണിക്കൂറിലാണ് തൻ്റെ മനസ്സ് എന്ത് ദൂത് കൊടുക്കണമെന്നുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും. തനിക്കതാ ശീലം, ആ കിടപ്പിലാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നമുക്ക് ഉറങ്ങാകുമ്പോൾ ഞാനങ്ങ് പോകും. പക്ഷെ പിന്നീട് നമുക്ക് ഉറങ്ങുകയല്ല, ആ 1 മണിക്കൂർ സമയത്ത് താനിങ്ങനെ കടന്നുകൊണ്ട് ആ ഞായറാഴ്ചത്തെ മെസ്സേജ് തയ്യാറാക്കുകയാണ്. തനിക്കങ്ങനെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ യേശു ഈ പടയിൽ കടന്നുറങ്ങുന്ന പോലെ തോന്നിയാലും ഈ പറഞ്ഞ ഗനേസരത്ത് ചെന്ന് പ്രവർത്തിക്കേണ്ടതായ ആ പദ്ധതിയെ കുറിച്ചുള്ളൊരു പ്രീ അറേഞ്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു അവിടെ ചെന്ന ഉടനെ ആര് എതിരേറ്റു? യേശു ഇറങ്ങിച്ചെന്ന് തപ്പിപ്പോണ്ടി വന്നില്ല. നോക്കണം, വായിച്ചേ. യേശു ചെന്ന ഉടനെ അവൻ എതിരേറ്റു. വായിക്കാം. ലൂക്കോസ് 8 அவன் இயேசுவை கண்டபோது கூக்குரலிட்டு அவருக்கு முன்பாக விழுந்து இயேசுவே உன்னதமான യേശുവിനെ കണ്ട ഉടനെ തന്നെ അവൻ അവിടെ എതിരേൽക്കാൻ വന്നിട്ടുണ്ട്. യേശുവിനെ കണ്ടു, സാഷ്ടാംഗം വീണു. താട്ട് വായിക്കാം. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. പിന്നെ അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുക. ഞാൻ മദ്രാസ് ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന സമയത്ത്, അടയാറിലെ എൻ്റെ ട്രെയിനിങ് സമയത്ത് ഒരു സഹോദരൻ, അവൻ്റെ പേര് മറന്നുപോയി, എൻ്റെ സുഭാഷ്, എൻ്റെ പേര് മാറ്റി. അവൻ ഈ പറഞ്ഞ പോലെ ഈ ലഘ്യം ബാധിച്ചവനായിരുന്നു. അവൻ ആ ദേശത്തിൽ എല്ലാവർക്കും ഭയമാണ്. ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമർ അടിച്ചു പൊട്ടിക്കുക. ഇവന് വ്യാപിച്ച പിശാചിന് വേറൊന്നുമല്ല, കാരണം എന്നേക്കാൾ ബലവാനില്ല എന്നുള്ളൊരു ശക്തി അവനിൽ വ്യാപിച്ചു ലഘ്യവൻ. അപ്പോൾ അവൻ നോക്കുമ്പോൾ ആ ദേശത്തെല്ലാം വിളിച്ചു കൊടുക്കുന്ന ശക്തിയുള്ള ഇത് പവർഫുള്ളായിട്ടുള്ളത് ട്രാൻസ്ഫോർമറാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിൽ ചെന്ന് അവൻ ട്രാൻസ്ഫോർമർ അടിച്ചു പൊട്ടിക്കുക. ഇവനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടത്തില്ല. ഇവൻ ഈ സമയം ഇവിടെ കാണുന്ന നിമിഷങ്ങൾ കൊണ്ട് വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ ഒരു പിശാച്. അവസാനം സർക്കാർ ഓർഡർ ഇട്ടു. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് സർക്കാർ ഓർഡർ ഇവനെ കണ്ടാൽ വെടിവെച്ചോളാൻ പോകും. പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ എങ്ങനെയും അവസാനം രക്ഷിക്കപ്പെട്ടു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ചെറിയ വായിക്കാനൊക്കെ അറിയത്തുള്ളൂ. അവൻ രക്ഷിക്കപ്പെട്ട് നമ്മളെ ഈ കൂട്ടായ്മ വന്നു നമ്മുടെ സുവിശേഷ വിളിക്ക് വന്നു. അവൻ എന്തോ ഒരു പവർ ഞാൻ പറഞ്ഞില്ല. അവന് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25 അധ്യായം മുഴുവനും ബൈഹാർട്ട് അറിയാം. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൽ ഒരു അക്ഷരം തെറ്റാതെ മൊത്തം അവൻ പറയും. ഇതെങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ച സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഫെയ്ത്തോമിൻ്റെ അടുത്ത് ഒരു വലിയ ഫാമിലിയുണ്ട്. ഒരു സാറാണ്, കോളേജ് അധ്യാപകന്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ജനിച്ച് 4 വയസ്സ് മുതൽ ഏതോ ഒരു സ്പിരിറ്റ് ഇങ്ങനെ ഉണ്ട്. അവനിങ്ങനെ ബൂന്ന് പറഞ്ഞ് നടക്കും വീട്ടിൽ കൂടെ, പഠിക്കാനൊന്നും പോകത്തില്ല. പക്ഷെ റേഡിയോയിൽ കൂടെ ഇന്ദിരാഗാന്ധിയുടെയോ മറ്റാരുടെയും പ്രസംഗം കേട്ടാൽ, ഹിന്ദി ആയാലും മലയാളമായാലും ശരി, ഇംഗ്ലീഷായാലും ആ പ്രസംഗം കേട്ട് അതുപോലെ അവൻ പ്രസംഗിക്കും. അപ്പോൾ ഇതിനെ ഒരു പ്രിൻസിപ്പളിൻ്റെ മോനാണ്. അവസാനം അദ്ദേഹം കത്തോലിക്കലാണെങ്കിലും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഞാനും അലക്സും മുന്നുണ്ണി സാറും നമ്മുടെ ഡോക്ടർ കല്യാണിക്കുട്ടി അമ്മയും ഞങ്ങളെല്ലാം പോയി ആ വീട്ടിൽ പോയി 1-2 ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അവൻ്റെ വിടുതലുണ്ടായി. പക്ഷെ പിന്നീട് ഇപ്പോൾ ആ ഫാമിൽ അവൻ രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസിൽ അംഗമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചില ദുഷ്ടാശക്തികൾ കയറി കഴിഞ്ഞാൽ അസാധാരണമായ സംഭവങ്ങൾ മനുഷ്യർ കൂടി വ്യാപിക്കും. ഇപ്പോൾ യേശുവിനോട് ചോദിക്കുന്നു,
നിങ്ങൾ ആരാന്ന് ചോദിച്ചു. എത്ര പേരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ലഗ്യോൻ വായിച്ചേ, ലീജിയോൻ. യേശു അവനോട് നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു. അനേക ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നുകൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. ലഗ്യോൻ നോക്കണം. അപ്പൊ ലഗ്യോൻ എന്ന് പറഞ്ഞത് ഈ റോമന്റെ മിലിറ്ററിയുടെ ഒരു ബറ്റാലിയന്റെ നമ്പറാണ്. ഒന്നുകിൽ 2000 അല്ലെങ്കിൽ 3000 അങ്ങനെയാണ്. ഒന്നുകിൽ 2000 അല്ലെങ്കിൽ 3000. ഈ ലീജിയോ എന്ന് പറയുന്നതാണ്. അപ്പൊ അത്രയും പിശാചുക്കളാണ് ഇവന്റെ ശരീരത്തിൽ കയറിയത്. അപ്പോൾ യേശു ആ പിശാചിനെ തുരത്താൻ പോയി. ഉടനെ പിശാച് തന്നെ പറയുന്നത്, ഞങ്ങൾ നരകത്തിലേക്ക് വിടരുത്, പന്നിക്കൂട്ടത്തിലേക്ക് വിടാൻ പറഞ്ഞു. വായിച്ചേ. പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പിശാചുക്കൾക്ക് പോലും നരകത്തിൽ പോകാനും പാതാളത്തിൽ പോകാനും ഇഷ്ടമല്ല. പക്ഷെ അവന്റെ ആഗ്രഹം ഈ മനുഷ്യൻ എവിടെ വിടണം. ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ സ്വർഗത്തിൽ കൊണ്ടിരുത്താൻ പോയ, ഞങ്ങളുടെ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ പോയ, ഞങ്ങളുടെ സ്ഥാനമല്ല, അവൻ ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് മനുഷ്യനെ കൊണ്ടിരുത്താൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവൻ കണക്കൂട്ടിരിക്കുകയാണ് ഈ മനുഷ്യനെ നരകത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഈ തന്ത്രങ്ങൾ മെനഞ്ഞ് ഇന്നത്തെ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സകല അഭ്യാസം കാണിച്ച് മനുഷ്യൻ നരകത്തിലേക്ക് വിടണം. ഇത് തിരിച്ചറിഞ്ഞോണം. ഈ ബുദ്ധി നിങ്ങൾക്ക് തിരിച്ചറിവില്ലെങ്കിൽ നിങ്ങളെ സാത്താൻ വഞ്ചിച്ചു കളയും. ചിലപ്പോൾ പെൺവേഷമായിട്ടും നല്ല സ്റ്റൈലൻ പെണ്ണുങ്ങളായിട്ട്, സ്റ്റൈലൻ ചെറുപ്പക്കാരായിട്ട്, കണ്ട നല്ല വെളുത്തു സായിപ്പിനെ പോലുള്ള പാർട്ടികളൊക്കെയാണ് ഇന്ന് ഇതുകൊണ്ട് നടക്കുന്നത്. അത് സൂക്ഷിച്ചോണം. വായിക്കാം. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. നോക്കണം. വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടേയിരുന്നു. വായിക്കാം. അവയിൽ കടപ്പാൻ അനുവാദം തരണമെന്ന് അവനോട് അപേക്ഷിച്ചു. പിശാച് പറയും ആ പന്നിക്കൂട്ടത്തിലേക്ക് പൊക്കോളാന്ന് പറയാം. ഈ 3000 പിശാചുകൾക്ക് എന്തുമാത്രം പന്നിയാണ്? ഒന്നും വേണ്ട, 1000 പന്നി ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 500 ഉണ്ടെന്നിരിക്കട്ടെ. ഇതൊരു വീട്ടുകാരൻ്റെ അല്ലേ? അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് നഷ്ടം വരത്തൊക്കെ കൊണ്ട് ഇത്രയും പന്നികളെ നഷ്ടപ്പെടുത്താൻ ദൈവം അനുവദിച്ചെന്താന്ന് ഞാൻ ചിന്തിച്ചു. അത് തെറ്റല്ലേ? ഒരു വീട്ടുകാരൻ്റെ പന്നികളെല്ലാം കടലിൽ പോയി തൂക്കിച്ചത്തു. പിന്നീടാണ് മനസ്സിലായത് ഈ പന്നികളെല്ലാം വ്യവസ്ഥ ലംഘിച്ചാണ്. പന്നി കുഴപ്പമില്ലെങ്കിലും പന്നി വ്യവസ്ഥ ലംഘിച്ചവിടെ കാണുകയാണ്. കാരണം ഇസ്രായേലിൽ പന്നി വളർത്താൻ പാടില്ലെന്ന് മോശ പ്രമാണം കൊടുത്തിട്ടുണ്ട്. പന്നി യാഗം കഴിക്കരുത്, പന്നി വളർത്താൻ പാടില്ല, പന്നി ഇറച്ചി തിന്നരുതെന്ന് പോലും ഏതോ ഒരു വാക്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില ഒരു വാക്യത്തിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പന്നി അവർക്ക് നിഷിദ്ധമാണ്. ഇസ്ലാമുകളും പന്നി നിഷിദ്ധമാണെന്ന് തോന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ആ പ്രമാണമില്ലാത്തടത്ത് അത് വളർന്നുകൊണ്ടാണ് അത് ലംഘനമായി തീർന്നത്. അപ്പൊ ലംഘനമുള്ളത് ആരുടെയാണ്? പിശാചിന്റെയാണ്. അതുകൊണ്ട് തൻ്റെ അവകാശം ഇപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായ ലംഘനത്തിൽ കൂടിയാണ് ആ പന്നിയോടുള്ളത്. അതുകൊണ്ട് അവൻ പറയുന്നത് ഞങ്ങളത് പ്രവേശിക്കട്ടെ. പ്രവേശിക്കുന്നത് പറയാനൊക്കത്തില്ല, കാരണം അവൻ്റെ അവകാശമാണ്. ഇതുപോലെ ഞാനും നീയും പ്രമാണം ലംഘിച്ച് നിയമം ലംഘിച്ചടന്നാൽ പിശാച് നമ്മളെ കയറാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ജാഗ്രതമായിരിക്കണം. ദൈവപ്രമാണങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോയാൽ ആരും ശിക്ഷിക്കേണ്ട. ഈ വഴിയെ പോകുന്ന പിശാച് നിന്നിക്ക് ഇന്ന് പന്നിക്കൂടത്തിൽ കയറിയെങ്കിൽ നാളെ പന്നിക്കൂടത്തിൽ പിശാച് നിന്നിലേക്ക് കയറാൻ പോകും. നോക്കണം. ആ ഒരു പിശാച് കയറിയതുകൊണ്ടാണ് അപ്പൻ്റെ വീട്ടിലിരുന്ന ജീവിച്ചവരെ കൊണ്ട് പന്നിക്കൂട്ടത്തിലാക്കി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ഈ പിശാചുകളെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവൻ സൗഖ്യമായി. അവൻ എന്ത് ചെയ്തു? വസ്ത്രം മാറി ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചും. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും. ഇപ്പോൾ എന്ത് ചെയ്തു? യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മനുഷ്യനായി തീർന്നു. ഇതാണ് ഞങ്ങൾ ലോകത്തിലുള്ള സന്ദേശം. ഞാൻ ഉൾപ്പെടെയുള്ളതായ പ്രാകൃത ജീവിതത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ച് മനുഷ്യനാക്കി തീർത്തത് യേശുവാണ്. അപ്പൊ ആ യേശുവിനെ പ്രസംഗിക്കാൻ പാടില്ല. പിശാചുകളെല്ലാം ലോകത്തിൽ ഇളകി നടക്കുന്നുണ്ട്. പല മതങ്ങളിൽ കൂടെ രാഷ്ട്രീയക്കാരിൽ കൂടെ ഈ പിശാചിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിനെ അറിയിക്കാൻ പാടില്ല. യേശുവിന്റെ കൂട്ടരെ എവിടെ കണ്ടാലും ഇവർക്ക് പിടിക്കത്തുമില്ല. യേശു ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നുകൊണ്ടൊന്ന് മാറ്റം നോക്കി. വസ്ത്രം ധരിക്കാതെ ശവക്കല്ലറെ കിടന്നവൻ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നാശം ഉണ്ടായിക്കൊണ്ട് നടന്നവൻ, യേശു അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ വസ്ത്രം ധരിച്ചും വായിക്കാം. വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും. സുബോധം പൂണ്ടും. നോക്കണം. മുടിയനായത്തിന് സുബോധം പോയതുപോലെ ഇവന്റെയും സുബോധം പൂണ്ട്. അപ്പൊ പ്രിയരെ, ഇന്നത്തെ തലമുറയെ നശിക്കുന്നെങ്കിൽ അവരെ മാത്രം കുറ്റം പറയരുത്. അവരുടെ സുബോധം പോവുകയാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അവർക്ക് അറിയത്തില്ല, എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പുറകെ ഒരുപാട് ഓടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവത്തെ കൊണ്ട് അവർക്കൊരു പ്രവൃത്തി ചെയ്യണം. ഞാൻ പറയില്ല, കലിങ്കിൽ ഈ മയക്കുമരുന്നിന്റെ ശക്തിക്ക് അടിമയായിരുന്ന ആ
വിശേഷിക്കപ്പെട്ട മനുഷ്യൻ, ആ സഹോദരൻ നഷ്ടപ്പെടാൻ ദൈവം സമ്മതിച്ചില്ല. ആ ഡോക്ടറെ അവിടെ ഒരു ദൂതനെ പോലെ അയച്ച് അവനെ തിരിച്ചറിഞ്ഞ് അവനെ പൊക്കിക്കൊണ്ട് പോയതുകൊണ്ട് ഇപ്പോൾ അവൻ അല്പാൽപമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ വീണ്ടും മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്തത്. വായിക്കാൻ അവൻ വസ്ത്രം ധരിച്ചും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നതും കണ്ട് ഭയപ്പെട്ടു. നോക്കണം, ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് അവർ കണ്ടവർ അവരോട് അറിയിച്ചു. ഗെരസേന ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി അവർക്ക് ഭയമായിപ്പോയി. ഒരു കൂട്ടർക്ക് ഭയവും നഷ്ടവും. അവിടെ എല്ലാം പന്നി വളർത്തി ജീവിക്കുന്നവന്മാരാ കൂടുതലും. പന്നി കൊണ്ട് കാശുണ്ടാക്കുക. പന്നി വളർത്തുമെന്ന് പറഞ്ഞിട്ടും ലംഘനങ്ങൾ നടത്തി കാശുണ്ടാക്കുന്ന ഒരു വലിയ ടീം അവിടെ ഉണ്ട്. അവർക്ക് ഭയമായി. ഇനി ഇതുപോലെ പന്നിയെല്ലാം പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? യേശു പറഞ്ഞു ഇവിടം വിട്ടു പോകണം, ദൈവശേഷി ഞങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടു പൊക്കോളാൻ പറഞ്ഞു. വായിച്ചേ. അങ്ങനെ അവൻ പടക് കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോട് ഇല്ല, ദേശം വിട്ടു പോകണം. അതിന്റെ മേളില്ലയോ? ഗെരസേന ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടു പോകണമെന്ന് തങ്ങളെ വിട്ടു പോകണം. നോക്കണം, ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ടും അവർക്ക് യേശുവിനെ വേണ്ട. ഇന്ന് ലോകത്തിൽ യേശുവിനെ വേണ്ട. ഇത്രയും വലിയ കാര്യങ്ങൾ യേശു ചെയ്തിട്ടും ഈ ലോക മനുഷ്യർക്കും ഇന്ന് കേരളത്തിലെ പല തീവ്രവാദ സംഘടനകൾക്കും ചില പാർട്ടിക്കാർക്കൊക്കെ യേശുവിനെ വേണ്ട. യേശുവിനെ എങ്ങനെ അപമാനപ്പെടുത്താം? കൂനം കുത്തിയ ഗോപുരം വീഴുമോ? നിനക്ക് അല്പസമയം തന്നിരിക്കുകയാണ്. ഈ ഭരണത്തിനായാലും ശരി, അല്ലെങ്കിൽ കച്ചവടത്തിനായാലും ശരി, ഈ സമയം മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെയൊക്കെ ഗതി അധോഗതിയായി മാറും. അതുകൊണ്ട് കൂനം കുത്തിയാൽ ഗോപുരം വീഴത്തില്ലെന്ന് ഓർത്തോളം. പിന്നെ അല്പസമയം നിനക്കൊക്കെ ഒരു അനുവാദം തന്നിട്ടുണ്ട്, നീ കളിച്ചു. പക്ഷെ കളി കൂടി വരുമ്പോൾ ബാബേൽക്കോട്ട കാണാൻ ഇറങ്ങി വന്നതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരും. എല്ലാ അപായത്തിലാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ദൈവത്തെ ഭയന്ന് ജീവിച്ചോണം. യേശുവിൻ്റെ രക്ഷ കരസ്ഥമാക്കി ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. നോക്കണം, ഇപ്പൊ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവനെന്താ സംഭവിച്ചത്? സുബോധം വന്ന് വസ്ത്രം ധരിച്ച് അവൻ യേശുവിൻ്റെ കാൽക്കലിരുന്നു. ഇത്രയും കണ്ടിട്ട് പോലും ഈ ദേശത്തിലെ കുറെ മനുഷ്യർക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവർ യേശുവോട് പറയാം, നീ ഞങ്ങളുടെ ദേശം വിട്ട് എന്നാ പറയണ്ടേ? കർത്താവ്, നീ ഇവിടുന്ന് വിട്ട് പോകരുത്, നീ ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്തോഷം ഐശ്വര്യം ഉണ്ടാകാൻ. അപ്പൊ ഈ ദുഷ്ട മനുഷ്യർക്ക് ഇതൊന്നും അല്ല വിഷയം. ഇന്ന് ദുഷ്ടത കയറിയാൽ വിശ്വാസികളായാലും വേലക്കാർക്കായാലും അവർക്ക് നന്മയോടുള്ളതായ താല്പര്യം കുറയും. എല്ലാ തിന്മകളാണ് അവർക്ക് ഇഷ്ടം. ഇതിനെല്ലാം അടിച്ചു പൊളിച്ച് കളയണം, സഭ കലക്കി കളയണം, വിശ്വാസം ഇവിടെ കലക്കണം. അതിന് പറ്റിയ പണികളെല്ലാം ഉണ്ടോ? അതിനനുകൂലമായ നടത്തിപ്പുകാരെ കിട്ടുമോ? ഇതൊക്കെയാണ് ഇന്ന് സഭകളിലും ചിലർ നോക്കുന്നത്. എന്നാൽ ഇവിടെ അവൻ സുബോധം പൂണ്ട് യേശുവിൻ്റെ കാൽക്കലിരുന്നു. ഈ കാഴ്ച കണ്ടിട്ട് പോലും ഈ കുറെ മനുഷ്യന്റെ ഹൃദയം ഉണർന്നില്ല. പക്ഷെ യേശു എന്താ ചെയ്തേ? യേശു അവനെ അവിടെ ആക്കിയിട്ട് പോയി. അവൻ ചോദിച്ചത്, ഞാനിവിടെ വന്നോട്ടെ? യേശു പറഞ്ഞു, വേണ്ട, നീ പോയി നിനക്ക് ചെയ്ത നന്മകളെ കുറിച്ച് പട്ടണത്തിൽ പോയി അറിയിക്കാൻ പറഞ്ഞു. വായിക്കാം. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചെയ്യിച്ചു. അതിനവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയോ അറിയിക്കുക എന്ന് അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മളിങ്ങനെ എല്ലാവരും പാട്ടും പാടി പ്രാർത്ഥിച്ച് വീട്ടിലിരിക്കുകയല്ലേ ഉള്ളത്. ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങളെ ദേശത്ത് നിനക്ക് സാക്ഷിക്കണം. അനേകരോട് യേശുവിനെ പറ്റി നീ അറിയിക്കേണ്ട ഒരു ദൗത്യം നിനക്കുണ്ട്. അത് നീ ചെയ്യാതെ കഴിച്ചും കുടിച്ചും നിന്നും പോയാൽ പരീക്ഷ വരുമ്പോൾ ജലപ്രളയം വന്ന് നിന്നെയും നീക്കിക്കളയും. അതുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞാൽ പെന്തിക്കോസ് മിഷനെ പറ്റി സവിസ്തരമായിട്ടൊന്നും പറയാൻ പോകണ്ട. അല്ലെ ഫെയ്ത്തോട് ഒരു പാസ്റ്റർ ഉണ്ടെന്ന് കാണാൻ പറയരുത്. പാസ്റ്ററല്ല കാണണ്ട, ആരെ കാണണം? യേശുവിനെ കാണും. യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം നിനക്കുണ്ടാകണം. ചിലപ്പോൾ നിങ്ങൾ വലിയ ആകാംക്ഷയോടെ പാസ്റ്ററെ കാണാൻ പോയി പാസ്റ്ററുടെ കോപിച്ചിരിക്കുന്ന സമയമായിരിക്കുന്നതാണ്. ഇതാണല്ലോ പാസ്റ്റർ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പെന്തക്കോസ്ത് സഭയുടെ മഹത്വമല്ല പറയേണ്ടത്, യേശു ക്രിസ്തുവിനെ ഉയർത്തണം. അങ്ങനെ യേശു പോയി ഇവനെന്ത് ചെയ്തു? മടങ്ങി വീട്ടിൽ ചെന്ന് അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ അത്രയും പറഞ്ഞാൽ മതി. ഇല്ലാത്ത പ്രസംഗമൊന്നും പറയാൻ പോകണ്ട. യൂട്യൂബിൽ കേട്ട പ്രസംഗം നീ പറയാൻ പോകണ്ട. നിനക്കുള്ള പ്രസംഗം പറഞ്ഞാൽ മതി. ഒന്നുമില്ല, ഇതിന്റെ അനുഭവം പറയാമല്ലോ. യേശു തനിക്ക് ചെയ്ത വായിച്ചേ, നീ വീട്ടിൽ ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒരുപാട് പുസ്തകം പഠിക്കേണ്ട, റെഫറൻസ് പഠിക്കേണ്ട, ബൈബിൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. നിനക്ക് ദൈവം ചെയ്ത കാര്യം പറഞ്ഞാൽ ഓരോ ദിവസവും നിന്റെ അനുഭവങ്ങൾ അങ്ങ് ഷെയർ ചെയ്താണ്.
വായിക്കാം. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. അതിന് പ്രസംഗം പഠിക്കാനൊന്നും പോകണ്ട, മറ്റുള്ളവർ പ്രസംഗം കടമെടുക്കാൻ പോകണ്ട. യേശു നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നീ അങ്ങ് പറഞ്ഞാൽ മതി. അതിന് പറയാൻ വല്ല കുഴപ്പമുണ്ടോ? അതിന് ഈ മലയാളമൊക്കെ മതി, ഈ ഉള്ള ഭാഷയൊക്കെ മതി കേട്ടോ. അതിന് വേറെ പോയി ഡിക്ഷണറി പോയി ഭാഷയൊന്നും പുതുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നീ ഇപ്പം പറയുന്നവരൊക്കെ പറഞ്ഞാൽ മതി. യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. താട്ട് വായിക്കാം. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം. എന്നാൽ നോക്കണം, ഈ ഒരുത്തനെ വിട്ടിട്ട് യേശു പോയത്, ഒറ്റ ഒരുത്തൻ. അവിടെ ആരുമില്ല, ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. എന്നാൽ യേശു മടങ്ങി വന്നപ്പോൾ തന്നെ തിരസ്കരിച്ച പട്ടണക്കാർ, നോക്കണം, തിരസ്കരിച്ച പട്ടണക്കാർ പുരുഷാർ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ട്, സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ട്. നോക്കണം, എന്തോ അത്ഭുതം. അവർ എല്ലാവരും അവനായി കാത്തിരിക്കുകയായിരുന്നു. നോക്കണം, ആരായിരുന്നു മുഖാന്തരം? ഈ ഒറ്റ ഒരുത്തൻ. അപ്പോൾ അവൻ സാധാരണക്കാരനല്ലായിരുന്നു. ഇവനെ കൊണ്ടുള്ള ദൈവത്തിന്റെ പദ്ധതി എത്രയോ ശ്രേഷ്ഠം. ഇത് മനസ്സിലാക്കിയാണ് പിശാച് അവനെ മുന്നമേ തകർക്കാൻ തീരുമാനിച്ചു. പക്ഷെ യേശു അത് മുന്നിൽ കണ്ടു. ശിഷ്യന്മാർ കാണില്ലെങ്കിലും യേശു കണ്ടു, അതിന് പ്രിപ്പയർ ചെയ്തു, പ്രോഗ്രാം തയ്യാറാക്കി. വന്നിറങ്ങിയ ഉടനെ അവനെ കണ്ടു, സൗഖ്യമാക്കി. അവനെ ആ ദേശത്ത് വിട്ടിട്ട് പോയി. എന്നെ നിങ്ങൾ ഈ ദേശത്താക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷികളായി ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ പറഞ്ഞ് അനേകരെ നാം ദൈവത്തിലേക്ക് തിരിക്കണം. പല ദുഷ്ടാത്മാക്കളിൽ നിന്നെല്ലാം മനുഷ്യരെ വിടുവിച്ചുകൊണ്ടതിരായിരിക്കണം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവനും ജീവന്റെ വെളിച്ചം ഉണ്ടാകും. വായിക്കാം. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും. നോക്കണം, ജീവന്റെ വെളിച്ചമുള്ളവരാകും. പിന്നെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14 യേശു പറഞ്ഞെന്താ? നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. ഇപ്പൊ നോക്കണം, ഇരുട്ടിലും അന്ധകാരത്തിലിരിക്കുന്ന ആ ലഘ്യം ബാധിച്ച സഹോദരൻ യേശു ക്രിസ്തു കൂടെ വെളിച്ചമായി തീർന്നപ്പോൾ ആ ദേശക്കാർക്കെല്ലാം വെളിച്ചം കൊടുത്തു. നോക്കണം, ശമരിയ സ്ത്രീയുടെ ഇരുട്ട് മാറിയപ്പോൾ അവൾ എന്ത് ചെയ്തു? അനേകർക്ക് വെളിച്ചം കൊടുത്തു. എൻ്റെ 19-ാമത്തെ വയസ്സിൽ യേശു എൻ്റെ ഇരുട്ട് മാറ്റി എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അനേകർക്ക് വിളിച്ചു കൊടുക്കാൻ സാധിച്ചു. എൻ്റെ വീട്ടിലുള്ളവർ 3-4 പേർ രക്ഷിക്കപ്പെട്ടു. എൻ്റെ കൂടെ പഠിച്ചവർ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ദേശത്തിലെ സുഹൃത്തുക്കൾ 3-4 പേർ രക്ഷിക്കപ്പെട്ടു. മറ്റു പലരും സൗഖ്യം കൊടുക്കാൻ വിശ്വാസി രക്ഷിക്കപ്പെട്ട സമയം തന്നെ. കാരണം എന്താ? ഇപ്പോൾ നമ്മൾ വ്യാപരിക്കുന്നത് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ അത് ആരംഭ സമയങ്ങളിൽ അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് ദേശം നമുക്ക് കീഴ്പ്പെട്ടു. ഞങ്ങൾ കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 2.5 വർഷം കൊണ്ട് പഠിത്തമുണ്ട്, ബിസിനസ്സുണ്ട്, ഇച്ചിരി കൃഷിയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വേല ശുഷ്കാന്തിയോടെ ഞങ്ങൾ 2.5 വർഷം കൊണ്ട് വള്ളത്തേലും ബോട്ടയിലും നടന്നും ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തിയും രാത്രി യോഗം നടത്തിയും വീട് വിസിറ്റിങ്ങും ആ കുട്ടനാട് പ്രദേശങ്ങളെല്ലാം 2.5 വർഷം കൊണ്ട് മൊത്തം കയറി ഇറങ്ങി. മിക്കവാറും എല്ലാ സ്ഥലങ്ങളും. ഞാൻ മദ്രാസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് കോട്ടയത്തേക്ക് മാറി വന്ന് പിന്നീട് ഞാൻ പോയി നോക്കുമ്പോഴേ കേരളത്തിൻ്റെ ആ കുട്ടനാടിൻ്റെ പല സ്ഥലങ്ങളിലും പെന്തിക്കോസ് സഭകളുണ്ടായി, കൂട്ടായ്മകളുണ്ടായി. ഇന്ന് കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ കൂട്ടായ്മകളുണ്ട്, പെന്തിക്കോസ് കൂട്ടായ്മ. വലിയ മറ്റത് അങ്ങനെ പെന്തിക്കോസുകാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരാൾ മതി ലോകത്തിൻ്റെ വെളിച്ചം കൊടുക്കുവാൻ. നിങ്ങൾ ലോകത്തിൻ്റെ മാർക്കോസ് സുവിശേഷം മാർക്ക് 6:48 വായിക്കാം. മാർക്കോസിന്റെ മാർക്കല്ല, മത്തായിയുടെ സുവിശേഷം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചമാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. അല്ല നമ്മളവിടെ ചെന്ന് മണിമാളികയിൽ പോയി താമസിക്കാൻ പോകാമെന്നുള്ളതല്ല. അതവിടെ ചെല്ലുമ്പോൾ കാണാം, എന്തെങ്കിലും കാണട്ടെ. പക്ഷെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചം ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അങ്ങനെ നമ്മൾ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായി തീരുന്നതാണ് ഈ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അതുകൊണ്ട് രാത്രി അവിടെ ഇല്ല. വാക്യം വായിച്ച് നമ്മൾ പാടിയ പാട്ട് പോലെ രാത്രി അവിടെ ഇല്ല. പകൽക്കാലത്ത് അവിടുത്തെ ഗേറ്റുകൾ അടയ്ക്കുന്നുമില്ല. 21 കുഞ്ഞാടതിൻ്റെ വിളക്ക് നോക്കണം, ഇതൊക്കെ വായിക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം ഇനി നാം അല്ല, ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു വളർന്ന് വരുംതോറും നമ്മുടെ ഇരുട്ടുകൾ മാറി നമ്മൾ വെളിച്ചമായി തീരുകയാണ്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഇനി ആരുടെയും നടത്തിപ്പാരുടെ ഒന്നും ആവശ്യം നമുക്കില്ല. നിങ്ങൾ ആ മച്ചൂറായ പിന്നെ നിങ്ങൾക്ക് കൂട്ടായ്മ പോലും വേണ്ട കേട്ടോ. നിങ്ങൾ പിന്നെ പോകുന്നിടത്തെല്ലാം വെളിച്ചമായി മാറിക്കോളും. കൂട്ടായ്മ പറഞ്ഞെന്നല്ല, വരാം. വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ വെളിച്ചമാണ്.
നിങ്ങളുടെ വീടുകൾ വെളിച്ചം, നിങ്ങൾ പോകുന്നിടത്തൊക്കെ വെളിച്ചമാണ്. അപ്പോൾ അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനിലെ രക്ഷിക്കപ്പെട്ട സമയം തന്നെ ലോകം മുഴുവൻ പ്രകാശം കൊടുക്കത്തക്കവണ്ണം പരിവുള്ളവനായത്. അപ്പോൾ അങ്ങനെ നോക്കണം, സൂര്യനും ചന്ദ്രനും പ്രകാശിക്കാൻ ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ വിളക്കാകുന്നു. കുഞ്ഞാട് ക്രിസ്തുവാണ് നമ്മുടെ സകലവും. ക്രിസ്തു തമ്മിൽ വളരും തോറും നമ്മൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനോ കുറയണോ അവനോ? അങ്ങനെ അവൻ വളർന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 40% വളരുമ്പോൾ 40% വെളിച്ചമായി തീരും. നമ്മൾ 60% വളരുമ്പോൾ 60% വെളിച്ചമായി തീരും. അങ്ങനെ 100% എത്തുമ്പോൾ എല്ലാ ഇരുട്ടും മാറി. അവിടെ ഇരുട്ടില്ല, സങ്കടമില്ല, ദുഃഖമില്ല, പരാതിയില്ല. അതുകൊണ്ടാണ് 21-ാം അധ്യായത്തിന്റെ 2-3 വായിക്കത്തില്ലയോ, അവിടെ കരച്ചിലും മുറവിളിയുമില്ല. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ തന്നെ നമ്മൾ പക്വപ്പെട്ട് പുതിയ യെരൂശലേമായി തീരുകയാണ്. അല്ല, ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അന്യഭാഷം പറഞ്ഞാൽ അവിടെ പോയി പുതിയ യെരൂശലേമിൽ പോയിരിക്കാം, മണിമാളിയിൽ പോയിരിക്കാം. അത്യാഗ്രഹം കളഞ്ഞേക്കണം കേട്ടോ. അവിടെ നമ്മൾ ചിന്തിക്കുന്ന പോലെ മണിമാളിയല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പണ്ട് തിരുവല്ലയിൽ ഒരു അച്ചായൻ പ്രസംഗിച്ചു, തലേദിവസം പുള്ളിയെ പ്രസംഗിച്ചു. പുള്ളി പറഞ്ഞു, നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ടവര് അവിടുത്തെ വീതികളെല്ലാം തങ്കത്തിരുവാണ്, തങ്കം. പെന്തക്കോസ്തുകാരായ നമ്മൾ നിത്യയിൽ ചവിട്ടുന്ന സ്വർണ്ണത്തേലായിരിക്കും. പുള്ളി ഭയങ്കര ആവേശത്തോടെ പറയാം, ചവിട്ടുന്ന സ്വർണ്ണത്തേലായിരിക്കും. അപ്പോൾ കുറച്ച് പെന്തക്കോസ്തുകാർക്കെല്ലാം ഉണർവ് കൂടി. ഉടനെ, കാരണം ഇവിടെ ഞങ്ങൾ അരപ്പവൻ വിട്ടെങ്കിലും കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോൾ തങ്കത്തെ ചവിട്ടാൻ പോകുന്ന കേട്ടപ്പോൾ ഈ ദുരാഗ്രഹികളായ പെന്തക്കോസ്തുകാർക്കെല്ലാം സ്പിരിറ്റ് കയറി. അവർ ഭയങ്കര ഉണർവ് ആവേണ്ടു. അടുത്തത് ഞാനാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഞങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഇവരുടെ സ്വർണ്ണപ്പാതയുടെ ഇടയിൽ കൂടെ ഇച്ചിരി വെൽവെറ്റ് പുല്ലൊക്കെ പിടിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം, അതിൻ്റെ കൂടെ നടക്കാൻ സുഖമുണ്ട്, അതുകൊണ്ട് അതുകൂടെയൊക്കെ ക്രമീകരിച്ചേക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ദുരാഗ്രഹം പെന്തക്കോസ്തുകാർക്ക് പോകുന്നില്ല. എന്നിട്ട് പുള്ളി പ്രസംഗിച്ചു കൊടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഈ അരപ്പവൻ വിട്ടത് മണ്ടന്മാരായിട്ടല്ല, മാവേലിക്കരല്ല, അരപ്പവൻ വിട്ടത് മണ്ടന്മാരായിട്ടല്ല, പിന്നെന്താ, ഞങ്ങൾ നിത്യതയിൽ ചവിട്ടുന്ന സ്വർണ്ണമാണ് പ്രിയരെ. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ മണ്ടന്മാരല്ല. നിങ്ങൾ ഇന്ന് അരപ്പവൻ വിട്ടെങ്കിൽ നാളെ സ്വർണ്ണ കട്ടിയെ ചവിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഈ ദുരാഗ്രഹികൾക്കെല്ലാം ഉണർവുണ്ടായി. എല്ലായിടത്തും ഉണ്ടല്ലോ ഈ അത്യാഗ്രഹി ദുരാഗ്രഹി, ഒരു കൂട്ടർ സമ്മിശ്ര ജാതികളായിട്ട് പെന്തക്കോസ്തിലുണ്ടല്ലോ. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, ഒരു ഹൈസ്കൂൾ റിട്ടയർഡ് ഒരു മർത്തോമക്കാരൻ അച്ചായൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ പതുക്കെ ഈ അച്ചായനെ അടുത്തു വന്നു. തിരുവല്ലയിലൊരു പ്രസംഗന കേട്ടോ, യുവപ്രാസംഗ. ഈ മർത്തോമക്കാരൻ അച്ചായൻ പറഞ്ഞു, അല്ല പാസ്റ്ററേ, അപ്പൊ നിങ്ങൾ നിത്യമായി പോയാൽ സ്വർണത്തിന്റെ ആശ വിടുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അത്രയും ബൾക്കായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് ഉപേക്ഷിച്ചെന്ന് ചോദിച്ചു. ഞങ്ങൾ പാവപ്പെട്ട സഹോദരിമാരെ ഇച്ചിരി മിന്നു കിട്ടാനായിട്ട് അരപ്പവൻ ഇട്ടോട്ടെ, അവരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പൊക്കോളും. അവിടെ ചെല്ലുമ്പം നിങ്ങളുടെ സ്വർണ്ണത്തരുവൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആ പുതിയ ഭൂമിയിൽ എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ മതി. ഈ അച്ചായൻ മിണ്ടാട്ടമില്ല, മിണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള അത്യാഗ്രഹമാണ്. മണിമാളിക താമസിക്കാം, അതും പുതിയ 1400 മൈൽ നീളത്തില് വലിയ കെട്ടിടത്തിൽ താമസിക്കാൻ പോകുന്നു. എന്നിട്ട് കുറഞ്ഞാൽ നിൽക്കുമോ? ഇപ്പൊ ബ്രൂണ രാജാവിന്റെ കൊട്ടാരത്തിന് 1000 മുറിയെന്നാണ്, 1000 മുറികളാണ്. ബ്രൂണ രാജാവ് രാത്രി ചിന്തിക്കുക, ഈ 1000 മുറി എൻ്റേതാണ് എന്ന് ചിന്തിച്ചാൽ ഉറക്കം പോയില്ലേ? ഓരോ മുറിയിലും കയറി ഇറങ്ങി വരുമ്പോഴേ നേരം വിടും. അല്ല, അവന് കിടക്കാൻ ഒരു മുറി പോരെ, ഒരു കട്ടിൽ പോരെ, ഒരു ഉടുപ്പ് പോരെ ലിംഗ. അപ്പൊ അത്യാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം കളഞ്ഞേക്കണം. എന്നിട്ട് ആരെ സ്വന്തമാക്കണം? യേശുവിനെ. യേശു ആരാ? കുഞ്ഞാടതിൻ്റെ മന്ദിരം. അതാണ് പൗലോസ് പറയുന്നത്. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് നേടേണ്ടത് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. ആ ഒരു തീരുമാനമുള്ളവർക്ക് മാത്രമേ, അവരൊന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. അവർ പുതിയ യെരൂശലേമിൻ്റെ ബംഗ്ലാവുമല്ല, അവിടുത്തെ സ്വർണ്ണത്തെരുവല്ല, കുഞ്ഞാടതിൻ്റെ വിളക്ക്. അത് തന്നെയാണ് സിയോൻ മലയിൽ. ഞങ്ങളുടെ സിയോൻ സംഘത്തിലും ചില പുള്ളികൾക്കൊക്കെ അബദ്ധം പറ്റാറുണ്ട്. അവർ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയൊക്കെ സിയോനിൽ പോയിരിക്കാമെന്നാണ്. ഏത് സിയോന്? ഏത് സിയോനാണ് അവർ പോകുന്നത്? ഇങ്ങനെ സ്വപ്നലോകം കണ്ടുന്ന ചില പെന്തക്കോസ്തുകാരും വേലക്കാരനകത്തുണ്ട്. വായിച്ചേ, വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ സിയോൻ മലയിൽ ഒരു സ്വർണ്ണവും ഇല്ല, തങ്കവും ഇല്ല, തങ്കപ്പൊടി പോലും ഉടങ്ങില്ല. പിന്നെ ആരാ ഉള്ളേ? ഒരു കുഞ്ഞാട്. വായിച്ചേ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും മലയിൽ
മലയെപ്പറ്റി ഇടുക്കിക്കാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് മലയിൽ ചെന്നാലും നല്ല പുൽമേടുകളാണ്. അവിടെ കുഞ്ഞാട് നിൽക്കുന്ന പോലെ യേശു നിൽക്കുന്ന ആ സ്ഥലത്തൊന്നുമില്ല, ബാലൻസ് ഒന്നുമില്ല സ്ഥലമാണ്. പക്ഷെ അവിടുത്തെ സ്വത്താരാ? മലയല്ല, പിന്നെ മലയിലെ പട്ടണമല്ല, കുഞ്ഞാട്. നോക്കണം, സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും. കുഞ്ഞാടിന്റെ സ്വഭാവം, കുഞ്ഞാടിന്റെ സ്വഭാവമാണ്. നോക്കണം, അപ്പൊ ആ കുഞ്ഞാടിന്റെ സ്വഭാവം ധരിച്ച് മിസസ് കുഞ്ഞാട്. അതുകൊണ്ടാണ് യേശുവിനെ അവിടെ മഹാപുരോഹിതനെന്നോ അല്ലെങ്കിൽ പിന്നെ യൂദാഗോത്ര സിംഹം എന്ന് വിശേഷിപ്പിക്കാതെ കുഞ്ഞാട്, അതിന്റെ വിളക്ക്. അപ്പോൾ കുഞ്ഞാടിന്റെ സ്വഭാവത്തിലെത്താൻ നോക്കിയോട്. അഹങ്കാരവും തൻ്റെയോടും തീക്ഷണയെല്ലാം കളഞ്ഞിട്ട്. പെന്തിക്കോസ്തുകാർക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു ഒരു കാലത്ത്. ഞങ്ങളേതാണ്ട് സംഭവമാണ്, ഞങ്ങളെ കവിഞ്ഞ ആരുമില്ല, ഇങ്ങനെ നീളം കൂടി എല്ലാം പണ്ട് ഏണിയും പാമ്പ് കളിക്കുന്ന പോലെ 99 ഷൂ എന്ന് താഴെന്ന് തുടങ്ങുക. ഞങ്ങളായിട്ട് മികച്ച പുള്ളികളാകുന്നു. ഇപ്പം രോഗശാന്തിയില്ല, ഒന്നുമില്ല, ഉപദേശം കളഞ്ഞ് ഇപ്പം തന്നെ നടക്കുന്നു ഇവിടെ. ഇപ്പം ആരെങ്കിലും എഴുന്നേറ്റ് വരും. അതാണ്, ആരെങ്കിലും ഉത്തേജിപ്പിച്ചാൽ ഒരു ഉണർവുണ്ടാകും, ഇല്ലെങ്കിൽ തയ്യാറക്കുന്നു. എന്തുകൊണ്ട് പോലെ ആരെങ്കിലും തള്ളിയാൽ തള്ളും. പല ബന്ധുക്കോസുകാരുടെയും ഗതി ഇങ്ങനായിപ്പോയി. അതുകൊണ്ട് ക്രിസ്തുവിനെ ആദായപ്പെടുത്തുക. ക്രിസ്തു നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചമായി മാറും. അവൻ ലോകത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചമുള്ളിടത്ത് എന്ത് ചെയ്യും? വായിച്ചു 8:12 വീണ്ടും വായിച്ചു. ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവരായിത്തീരും. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു എന്നെ പിൻപറ്റുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവ ഒളി അടയും. ഇതാണ് പുതിയ രസം. അപ്പൊ നമ്മൾ തന്നെയാണ് പുതിയ രസം കേട്ടോ. പണ്ട് മാസ്റ്റർ T.G. വർഗീസ് പറയായിരുന്നു, തിരുവനന്തപുരത്തെ നമ്മുടെ ഒരു അമ്മ. ഭയങ്കര പ്രാർത്ഥനയും പാട്ടും അന്യഭാഷയൊക്കെ ഉണ്ട്. അമ്മ എപ്പോഴും സ്വർഗത്തെ പറ്റി. പക്ഷെ വീട്ടിൽ പോയി മരുമകളുമായിട്ട് ചണ്ടയാണ്. മരുമകളുമായിട്ട് ഭയങ്കര ചണ്ട കൂടിയിട്ടാണ്. ചിലപ്പോൾ ഞായറാഴ്ച പോലും ചണ്ട കൂടിയിട്ട് പറയും, കർത്താവേ എന്നെ അങ്ങ് എടുത്താൽ കുഴപ്പമില്ലായിരുന്നു, ഞാനങ്ങ് ഒന്നാക്കാം. ഈ കുഴപ്പമുണ്ടാക്കുന്നതിനെ അവിടെ പിടിച്ചിരുന്നപ്പോൾ. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രാർത്ഥന അല്ലേലിയൊക്കെ ഉണ്ട്. ഒരു ദിവസം പുള്ളിക്കാരത്തെ ഒരു സാക്ഷി പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ വീടെല്ലാം റെഡിയായി, പുതിയ യെരൂശലേമിൻ്റെ മാളികയിൽ എനിക്കൊരു മുറി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, കാര്യം ശരിയാണ്. പക്ഷേ ഞാൻ അങ്ങോട്ട് ഇല്ലെങ്കിൽ എൻ്റെ മുറിക്കകത്തൊരു മേശ എത്തുകയില്ല കേട്ടോ. അമ്മയോട് ഓഫീസ് വർക്ക് ചെയ്യാനും വേണ്ടിയായിരിക്കും. അപ്പോഴും T.G. വർഗീസ് ഒന്നും വേണ്ടിയില്ല പാസ്റ്റർ. ആ മേശയുടെ പുറത്ത് ഒരു ടേബിൾ ലാമ്പ് ഞാൻ കണ്ടു. ഉടനെ പാസ്റ്റർ കൈയടിച്ച് ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ വിളക്കില്ലാത്ത സ്ഥലത്താണ് ടേബിൾ ലാമ്പ്. കുഞ്ഞാണ് അതിൻ്റെ. അപ്പം മനസ്സിലായത് ശരിയായ സ്വപ്നമല്ല. ഉടനെ പാസ്റ്റർ കൈയടിച്ചിരുന്നോളാൻ പറഞ്ഞു. അമ്മയുടെ സ്വപ്നം മനസ്സിലായെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി മരുമകനുമായിട്ട് ഐക്യപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ പിന്നെ ടേബിൾ ലാമ്പിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ക്രിസ്തു ഇല്ലാത്തടത്ത് എന്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അമ്മയുടെ കൂടെ ക്രിസ്തു ഇല്ല, പകരം ആരാ? ടേബിൾ ലാമ്പാണ്. ഇതുപോലെ പലയിടത്തും ടേബിൾ ലാമ്പുകൾ വെച്ചിട്ടുണ്ട്. കണ്ട പ്രവാചകന്മാരെയും കാണുന്ന വാസന്മാരെയും എല്ലാം വിളിച്ചിങ്ങനെ. സ്വന്തമായിട്ട് യേശുവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവനാണ് ലോകത്തിന്റെ വെളിച്ചം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ടേബിൾ ലാമ്പ് വെച്ചുകൊണ്ട് പോയി കറണ്ടില്ലാവുന്നാൽ അതും പ്രകാശിക്കത്തില്ല. സ്വത്രം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും പ്രാന്തും എല്ലാം പറയുന്നത് ആത്മീയാന്ന് വിചാരിക്കരുത്. ഇതിനെ തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തവർ ഈ അമ്മ സ്വപ്നം കണ്ടു പുതിയ യെരൂശലേം. ഇനി കാലക്കേട് മരിച്ചു പോയാൽ സാക്ഷി വരും, അമ്മ നേരത്തെ സ്വപ്നം കണ്ടു ടേബിൾ ലാമ്പ് വെച്ചൊരു മുറി കർത്താവ് ഒരുക്കി കൊടുത്തു. ഉപദേശം അറിയാവുന്നവനറിയാം, ഇതുപോലെ വിട്ടിത്തരാം. ശരി. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു എന്നെ അനുഗമിക്കുന്നവൻ. വീണ്ടും വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ. ജീവന്റെ വെളിച്ചമുള്ളവരാകും കേട്ടോ. അതാണ് പുതിയ യെരൂശലേം. അവർ പോകുന്നിടത്തൊക്കെ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 42:7 വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ജനത്തിന്റെ നിയമവും ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ സ്റ്റാൻഡേർഡായി പറയുന്നത്. ഒരു വിശ്വാസി കർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ അവൻ പോകുന്നിടമെല്ലാം, നീ പഠിക്കുന്ന സ്കൂളിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രക്ഷിക്കപ്പെടുന്നത്. ആദ്യത്തെ വർഷം ഞാൻ ഇവിടുത്തെ ഒരു ഫംഗ്ഷന് പ്രസംഗിച്ചു. സിനിമാ കഥകളും രാഷ്ട്രീയമെല്ലാം കയറ്റി പ്രസംഗിച്ചു. 2ാം വർഷം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ ഫംഗ്ഷനിലും ഈ പ്രാവശ്യം പ്രസംഗിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ദൈവത്തിലാണ്, പഴയ പ്രസംഗമൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ യേശുവിനെ പറ്റി പ്രസംഗിച്ചു. ഞാൻ അവിടുന്ന് പോരുമ്പോൾ എന്നെ സയൻസ് പഠിപ്പിച്ചൊരു സാറ് രക്ഷിക്കപ്പെട്ടു. 2 സാറന്മാർ രക്ഷിക്കപ്പെട്ടു.
2 വിശ്വാസികൾ സ്നാനപ്പെട്ടു, അല്ല 2 കുട്ടികൾ സ്നാനപ്പെട്ടു. അപ്പോൾ ദൈവം നമ്മളെ പ്രകാശമാക്കി വയ്ക്കും. സ്റ്റാഫ് റൂമിൽ അവരെന്നെ വിളിക്കും ചില സമയത്ത്, ചില പ്രസംഗങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ ടീച്ചർമാർ. അപ്പോൾ നീ ഒരു ദൈവത്തിലാണെങ്കിൽ നോക്കണം, നായമാന്റെ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടിയാണ്, അവളുടെ സുവിശേഷത്തിലാണ് നായമാൻ പുറപ്പെട്ടത് സൗഖ്യമായത്. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥാനത്തും വെളിച്ചമാക്കുക. ആ വെളിച്ചമില്ലെങ്കിൽ നിങ്ങൾ പോകുന്നുള്ള ഇരുട്ടായി മാറും. വിശ്വാസ വീടുകളിൽ ട്രാൻസ്ഫറായി വരുമ്പോൾ നിനക്ക് യേശുവില്ലെങ്കിൽ നീ ചെന്ന് ആ വിശ്വാസം കൊണ്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് വെളിച്ചം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു ജീവന്റെ ഒളി ഇല്ലേ, അവൻ വെളിച്ചം. എന്താ പറയുന്നത്? 42:7 വായിക്കാം. യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചു. യഹോവയായ ദൈവം ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ഈ വാഗ്ദത്തം വിശ്വസിക്കുക. ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നെ നിന്നെ ജനത്തിന് നിയമവും ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുകയാണ്. നീ ചെല്ലുന്നിടത്തെല്ലാം ജനത്തെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരും. അവർ നിയമം പഠിക്കും, ശരിയായ ദൈവികമായ നിയമം പഠിക്കും. അടുത്തത്, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തരും. എന്റെ ഒരു വാക്ക് വിട്ടു കളഞ്ഞല്ലോ. ഞാൻ നിയമത്തിന്റെ ജനത്തിന്റെ നിയമവും പിന്നെ ജാതികളുടെ ജാതി പ്രകാശം. വായിലെ ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും. നോക്കണം. അതുകൊണ്ടാണ് പുതിയ യെരൂശലേമിനെ കുറിച്ച് വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ജാതികൾ അതിന്റെ പ്രകാശം നടക്കും. നീ സഭയിൽ ഒരു നല്ല വിശ്വാസിയാണെങ്കിൽ അവിടെ വരുന്ന വിശ്വാസം പൂർണ്ണമാകാത്ത വിശ്വാസികളും പുതിയ ആളുകളെല്ലാം നിന്റെ പ്രകാശത്തിൽ നടക്കും. നീയാണ് അവിടെ പ്രകാശം കൊടുക്കുന്ന വിശ്വാസി. അങ്ങനെയുള്ള വിശ്വാസികൾ സഭയിലുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. മറ്റു തട്ടിപ്പും വെട്ടിപ്പും സൂത്രം തന്ത്രങ്ങളിൽ പോകുന്ന ഇരുട്ടാണ്. അവസാനം നീയും പോവും, നിന്നെ അനുഗമിക്കുന്നവനും ഇരുട്ടിലാകും. തമിഴിൽ ആ വാക്യം വായിച്ച് 42:7. கர்த்தராகிய நாம் நீதியின்படி உம்மை அழைத்து உம்முடைய கையை பிடித்து உம்மை தற்காத்து உம்மை ஜனத்திற்கு உடன்படிக்கையாக നിന്നെ ജനത്തിற்கு ഉടമ്പടിക്കയാക്കി മാറ്റും. അടുത്തത്, ജാതികൾക്ക് പ്രകാശമാക്കി മാറ്റും. അതിന്റെ 4-ാം വാക്യം വായിച്ച് 42:4-6 വായിക്കാം. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നത് വരെ തളരുകയില്ല. അങ്ങനെയുള്ള വിശ്വാസികളും വേലക്കാരും ഉറപ്പുള്ളവരായിരിക്കും. എന്തെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, നീതി സ്ഥാപിക്കാൻ ബുദ്ധിമുട്ട് വരും. കർത്താവായ യേശു മരിച്ച് അല്ലെങ്കിൽ ഉയർത്തുന്നേറ്റ് 2000 വർഷം കഴിഞ്ഞിട്ടും ഭൂമി നീതി സ്ഥാപിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ നിന്റെ ആയുസ്സിലല്ലായിരിക്കാം. പക്ഷെ നീ എന്ത് ചെയ്യണം? ഈ നീതിക്ക് വേണ്ടി ജീവിക്കണം. വീണ്ടും വായിച്ച വാക്യം 4-ാം വാക്യം വായിച്ചു. 4 ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. കാരണം അതെന്നും പ്രകാശിച്ചുകൊണ്ട് രാത്രി അവിടെ ഇല്ല. അടുത്തത്, അവന്റെ ഉപദേശത്തിനായി അവന്റെ ഉപദേശത്തിനായിട്ട് നീ അങ്ങനെ ദൈവത്തിന്റെ പ്രകാശമായി മാറുമ്പോൾ നിന്റെ ഉപദേശത്തിനായിട്ട് ദ്വീപുകൾ കാത്തിരിക്കും. മനുഷ്യരെ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കും. നിന്റെ ഉപദേശങ്ങളാണ് ജനത്തിന് ആവശ്യം. നിന്നെ കാണാത്തവരാണെങ്കിൽ പോലും നിന്റെ ഉപദേശത്തിന് വേണ്ടി ദ്വീപുകൾ കാത്തിരിക്കും. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകെട്ട് പിടിക്കുന്നു. പാലും തേനും ഉത്തമഗീതം 4-ാം അധ്യായത്തിലാണ്. അതേല്ലോ. അല്ലയോ കാന്തേ, ഒരു വിശ്വാസിയുടെ സ്റ്റാൻഡാണ്. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകെട്ട് പിടിക്കുന്നു. നിന്റെ നാവിൻ കീഴിൽ പാലും തേനുമുണ്ട്. എന്താ പാലും തേനും? ദൈവരാജ്യം. ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനം. കനാൻ ദേശത്ത് ഞാൻ നിങ്ങളെ പാലും തേനും ഒരു ദേശത്ത്. കണ്ടോ വാക്യം? പാലും തേനും. വൈരം ഉന്നുതടുകളിൽ നിന്ന് തേനാണോ പുറപ്പെടുന്നത്? ദൈവങ്ങളെ, ഇത് കേൾക്കുന്ന നിങ്ങളുടെ വായുന്ന ദിവസം തേനാണോ? ആണോ? വിശ്വാസത്തിലുള്ള ഞങ്ങളുടെ അച്ചായന്മാർ കൊച്ചന്മാരുടെയും വായുന്നപ്പെടും തേനാണോ ഇവിടുന്ന്? തേനും തേൻകട്ടെ പരിശോധിച്ചാൽ മതി. വായിക്കാം. അല്ലയോ കാന്തേ, മണവാളിയെ, നിന്റെ അധരം തേൻകെട്ട പൊഴിക്കുന്നു. പിന്നെ നിന്റെ നാവിൻ കീഴിൽ എന്നുള്ളേ തേനും പാലും. അതാണ് ദൈവരാജ്യം. പാലും തേനും. കനാൻ ദേശം. എന്റെ കൃതി രാജാവിനുള്ളത്. നോക്കണം. ഇതാണ് ദൈവരാജ്യത്തിൽ ആ വളർച്ചയിൽ പ്രാപിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്റ്റാൻഡാണ്. അവരെന്ത് ചെയ്യുന്നു? അത്
4-ാം വാക്യം കൊണ്ട് വായിച്ച്, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ. ന്യായം സ്ഥാപിക്കും വരെ. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല കേട്ടോ. ഏത് തീവ്രവാദ ശക്തികളും കേരളത്തിലെ സകല പാർട്ടിക്കാരും ഇന്ത്യയിലെ പാർട്ടിക്കാരും ലോകത്തിലെ ശക്തികൾ ഒന്നിച്ചു നീങ്ങിയാലും കർത്താവിൽ ആരംഭിച്ച പ്രവൃത്തി അത് നീതിയോട് ന്യായത്തോടെ ഭൂമിയിൽ സ്ഥാപിക്കും വരെ. വായിക്കാം. അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അങ്ങനെയുള്ള വിശ്വാസികൾ ബലക്കാരും ഉണ്ട് ഇവിടെ, എല്ലായിടത്തും ഉണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വരട്ടെ, ഏത് കൊടുങ്കാറ്റടിക്കട്ടെ, പക്ഷെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഉള്ളത്തിലുള്ളവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു, വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ശക്തിയായിരിക്കും, ബലപ്പെടുത്തും, നീ തളരുകയില്ല, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ. ഇല്ലയോ? ഒരുപാടുണ്ടല്ലോ. ദരിദ്രയിൽ ചതഞ്ഞതമോടെ ചതഞ്ഞതമോടെ കൊടുക്കുകയില്ലാതിരി പുകയുകയിലും ദരിദ്രയിൽ വിധിന്യായം നടത്തും വരെ തളരുകയില്ല എന്നദീപൻ. ദരിദ്രയിൽ വിധിന്യായം നടത്തും വരെ തളരുകയില്ല. ഇമ്മാനുവേലാമമണാളൻ താങ്ങിടും അവനെന്നെ എന്നുമെന്നും. ഇമ്മാനുവേലാമമണാളൻ താങ്ങിടും അവനെന്നെ എന്നുമെന്നും. ചതഞ്ഞതമോടെ ഓടിക്കുകയില്ലാതിരി പുകയുകയിലും ചതഞ്ഞതമോടെ കൊടുക്കില്ലാതിരി പുകയുകയിലും കെടുത്തില്ലയവൻ. ദരിദ്രയിൽ വിധിന്യായം നടത്തും വരെ തളരുകയില്ല എന്നദീപൻ. ദരിദ്രയിൽ വിധിന്യായം നടത്തും വരെ തളരുകയില്ല എന്നദീപൻ. ഇമ്മാനുവേലാമമണാളൻ താങ്ങിടും അവനെന്നെ എന്നുമെന്നും. ഇമ്മാനുവേലാമമണാളൻ താങ്ങിടും അവനെന്നെ. ഹല്ലേലൂയ.